റിമി ടോമി എൻ്റെ ലോങ് റിലേറ്റീവാണ്. റിമി ടോമിക്ക് അറിയോ? ഇല്ല, റിമി ടോമിക്ക് അതറിയില്ല. പക്ഷെ ചേച്ചി ഇത് നിങ്ങളുടെ ബന്ധുവാണ്, നിങ്ങളുടെ ബന്ധുവാണ്. പൊട്ടൻഷ്യലി ദ്രോഹിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ എൻ്റെ നോട്ടം പോലും കൊടുക്കില്ല. അപ്പൊ അവർക്ക് എന്തോരം വിഷമം വരും, അവരെ നോക്കുന്നു പോലും, നോക്കിയിട്ട് വേണം പിടിക്കാനായിട്ട്. അപ്പൊ ഞാൻ മാറ്റി നോക്കൂല. കുറച്ച് ടിപ്സ് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, ഇതിനെ പറ്റിയിട്ട്. ഇതെങ്ങനെ എങ്ങനെ ഒരു എൻ്റെ ഇപ്പൊ എന്തെങ്കിലും കുറവുകളൊക്കെ കണ്ടുപിടിച്ചിട്ടായിരിക്കുമല്ലോ വന്നിരുന്ന ഈ കഥ പറയാം. അവരാ കഥ പറഞ്ഞ് തീരുമ്പോഴേക്കും അവരുടെ എന്തെങ്കിലും കുറവ് ഞാൻ കണ്ടുപിടിക്കുന്നത്, ഞാൻ അതുമ്മ കയറി പിടിക്കും. ഒരുത്തനുണ്ട്, അവൻ എന്നെ വിളിക്കുന്ന ജിസ് ജോയ് സിനിമയിലെ KPS എഴുതുന്നൊക്കെയാണ്, എതിരെ നിൽക്കുന്നവന്റെ പല ഇതൊക്കെ എന്നെ വിളിക്കുന്ന പേരുകൾ. ഞാൻ ആ കൂടെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളൂ. രാത്രി ശുഭരാത്രി ഇതാണ് പാട്ട്. ഇതിന്റെ ഇടയിൽ കൂടെ രാത്രി ശുഭരാത്രി എന്ന് പാടിയ ഐറ്റമാണ് ഞാൻ. ഖോയാ ഖോയാ ചാന്ദ് ഖുലാ ആസ്മാൻ. ഈ പാട്ട് കോയാൻ പറഞ്ഞ ഒരാളെ പറ്റിയുള്ള പാട്ടാണ്. എനിക്കത് ചിരി വരുന്നുണ്ട്. പക്ഷെ ആ പാട്ട് നശിപ്പിച്ചിട്ട് ഇത് കേൾക്കുമ്പോ ഞാൻ ഏതെങ്കിലും ഒരു കോയനെ പറ്റി ചിന്തിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്നെ പേടിയാണ്, നേരിട്ട് എൻ്റെ അടുത്ത് വരില്ല. They're really afraid of my tongue. കുറെ നോണ പറഞ്ഞൊക്കെയാണ് എല്ലായിടത്തും സർവൈവ് ചെയ്തിരുന്നത്, എസ്പെഷ്യലി അബൌട്ട് ദിസ് കാർ ഐ ഹാവ്. ഞാൻ എപ്പോഴും ചോക്കേഴ്സ് ഇടും. ഐ നോ ഇൻ പീപ്പിൾ ഹു ആർ വാച്ചിങ് മീ ദർ ആർ സം പീപ്പിൾ ഹു വിൽ ഗെറ്റ് an erection after listening to the statement. ഓ, അവൾക്ക് ഇതാണല്ലേ പറ്റിയത്. ആദ്യത്തെ ചോദ്യത്തോടെ ഇന്റർവ്യൂ വിളിക്കുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ടു മാഡിസൺ ഡിജിറ്റൽ. ദിസ് ഇസ് അനുഷ. ഇന്ന് ഞാൻ കുറച്ച് എന്നെ തന്നെ അങ്ങ് തുറന്നു വിടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ എനിക്കിപ്പം കുറച്ച് ജാട പോലെയാണ് എന്നെ കാണാനെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് ആ ഒരു വൈബുള്ള ആളാണ്. ഈ വലിയ വലിയ സ്റ്റേജ് ഷോസ്, വലിയ വലിയ റിയാലിറ്റി ഷോസ്, അതുപോലെ സിനിമകൾ, ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് രസകരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു ഗസ്റ്റാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇറ്റ്സ് ജുവൽ മേരി. ഹായ്, വെൽക്കം. ഹലോ അനുഷ. After long time of talking in Instagram, നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ബന്ധമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇതുപോലെ ഒരുപാട് കുടുംബക്കാരുണ്ട്. അതെ, ഞങ്ങൾ നമ്മുടെ രണ്ടുപേരുടെയും വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് അനലൈസ് ചെയ്ത് ചില സമയത്ത് ചില റിപ്ലൈസ് ഒക്കെ തരുന്ന ഒരു വൈബ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ബിൽഡ് ചെയ്തെടുത്തു. ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനല്ലേ, വേറെ ഏതെങ്കിലും കത്തുകൾ അയച്ച് ഞങ്ങൾ കത്തുകൾ അയച്ചാണെങ്കിലും പരിചയപ്പെടേണ്ടവർ തമ്മിൽ പരിചയപ്പെടും. ഇപ്പോൾ എന്താണ്, ഞാൻ കുറച്ച് നാൾ മുൻപ് ഞാൻ ജുവലിൻ്റെ അടുത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ജുവൽ പറഞ്ഞു, ഇങ്ങാടാ ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഓൾറെഡി കൊടുത്തിരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചില്ല അതൊരു 1.5 ഇൻ്റർവ്യൂ ആവും എന്നുള്ള കാര്യം. ബിക്കോസ് യു ഓപ്പൺഡ് അപ്പ് അബൌട്ട് യുവർ ഡിവോഴ്സ്, യു ഓപ്പൺഡ് അപ്പ് അബൌട്ട് സർവൈവിങ് ക്യാൻസർ. ആൻഡ് ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റേ ആ ഒരു മീമുണ്ടല്ലോ, മറ്റേ ഞാൻ ആ ഒരു അവസ്ഥയായിപ്പോയി. അപ്പോൾ ഹൗസ് ലൈഫ് മൊത്തത്തിൽ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഇപ്പം ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആഫ്റ്റർ ദാറ്റ് ഇൻ്റർവ്യൂ അത് ഞാൻ ആക്ച്വലി അങ്ങോട്ട് വിളിച്ചതാണ്. ഞാൻ തന്നെ അങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞാണ് ഞാനൊരു ഇൻ്റർവ്യൂ തരാം, എനിക്ക് കുറച്ച് കഥ പറയാനുണ്ടെന്നുള്ളത്. ആൻഡ് അതിൽ പറഞ്ഞ പ്രകാരമുള്ള ജീവിതത്തിനൊക്കെ ശേഷം ഞാനിത് ഓപ്പൺ അപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു ലിബറേറ്റഡ് ഫീലിംഗ് ആയിരുന്നു. കാരണം അതുവരെ ഞാൻ കുറേ നോണ പറഞ്ഞൊക്കെയാണ് എല്ലായിടത്തും സർവൈവ് ചെയ്തിരുന്നത്, എസ്പെഷ്യലി അബൌട്ട് ദിസ് കാർ ഐ ഹാവ്. ഞാൻ എപ്പോഴും ചോക്കേഴ്സ് ഇടും പബ്ലിക് സ്പേസിലൊക്കെ പോകുമ്പോഴത്തേനും. കാരണം എനിക്കിത് ഈ ചോദ്യം വരണത്, ഈ ഡിസ്കഷനും കുറച്ച് ഐ വാസ് നോട്ട് എക്യുപ്ഡ്. എനിക്കിത് എന്താ പറയണ്ടേ, എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിനെപ്പറ്റിയൊക്കെ തുറന്ന് സംസാരിക്കാനായിട്ട്. പിന്നെ നമ്മൾ ആ ഒരു കരുത്ത് ആർജിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനതങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിന് ശേഷം നമുക്കൊരു റിയൽ ലൈഫിൽ ഹീറോയിസം ഫീൽ ചെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് ക്യാൻസർ സർജറിക്കൊക്കെ പോണ കുറേ പേര്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇരിക്കണവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, ചേച്ചി ഇന്ന് എൻ്റെ ഇന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ സർജറിയാണ്, ഞാൻ പോയിട്ട് വരാം ചേച്ചി. അപ്പോൾ ഞാൻ പറയും പോയി പൊളിച്ചിട്ട് ആ മക്കള്. എല്ലാവരും ഭയങ്കര ഒരു വേറൊരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊരു ഭയങ്കര സന്തോഷം. അതെനിക്ക് ഭയങ്കര. പിന്നെ ഒരു റൈറ്ററുണ്ട്, ഐ ഫൊഗോട്ട് ഹെർ നെയിം. അവർ ഷീ വെൻ ടു ഡയഗ്നോസ് ഹെർ തൈറോയിഡ് ക്യാൻസർ ആഫ്റ്റർ മൈ ഇൻ്റർവ്യൂ. എൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് അവർ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് അവർ പോയി നോക്കിയപ്പോൾ അവർക്ക് അസുഖമാണെന്ന് കണ്ട് അവർ സർജറി ചെയ്ത്
അവർ അത് സർവൈവ് ചെയ്തു. ഇതൊക്കെ എനിക്കിത് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. ആൻഡ് ഓൾസോ അബൌട്ട് ദ ഡിവോഴ്സ് കുറേ സ്ത്രീകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി നമ്പർ ഒന്ന് തരുമോ, ഞങ്ങളൊന്ന് വിളിച്ചോട്ടെ. പക്ഷേ ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അനുഭവിച്ച വേദനയുടെ ഒരു വലിയ പാരമ്യത്തിന് ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തതാണ്. പക്ഷേ അത് എന്നെ അതിൻ്റെ ഒരു മാസ്റ്റർ ആക്കുന്നില്ല. സോ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൂട്ടുകാരെ വിളിച്ചിരുത്തിയിട്ട് നമ്മളിതൊക്കെ പറയും. കൂട്ടുകാർക്ക് അറിയാവുന്ന കുറേ വിവരങ്ങൾ നമ്മളോട് പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലല്ലാതെ ഇത് പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് അല്ല അവിടുത്തെ കോൺവെർസേഷൻ. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത്, എൻ്റെ ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എന്നെ തന്നെ കൊണ്ടുപോയി ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും ഇരുത്തിയ പിന്നെയാണ് എനിക്ക് തന്നെ കാര്യങ്ങൾക്ക് ഒരു തെളിച്ചമുണ്ടായത്. സോ യു ഷുഡ് ഓൾസോ സ്റ്റാർട്ട് ഫ്രം ദെയർ. ഞാൻ തെറാപ്പിസ്റ്റ് അല്ല. ഇത് ആക്ച്വലി ആ നോ പറയാന്നുള്ളത് നമ്മളത് വളരെ ഗ്രേസ്ഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും അവരുടെ അനുഭവത്തെയോ പ്രശ്നങ്ങളെയോ നിസ്സാരവൽക്കരിക്കണതല്ല. പക്ഷെ നമ്മൾ വി ജസ്റ്റ് ഷോയിങ് ദം എ വേ ആൻഡ് സ്റ്റെപ്പിംഗ് ഔട്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരിക്കുമുള്ള ഒരു ഹ്യൂമിലിറ്റി. അല്ലാണ്ട് ഞാനത് കയറി ഏറ്റെടുത്ത് ഞാൻ അവരുടെ പ്രശ്നം തീർക്കാൻ പോയി അത് കുറേ കുളമാക്കി പിന്നെ അവരെ പകുതി വഴിക്ക് ഉപേക്ഷിക്കേണ്ട അവസ്ഥയൊക്കെ വന്ന് ഇതൊക്കെ ഇഷ്ടംപോലെ സംഭവിക്കുന്ന. എന്നെ ഇത് കഴിഞ്ഞിട്ട് കുറേ പേര് വിളിച്ചിട്ട് എന്നെ കുറേ പേര് ഭയങ്കരമായിട്ട് ഉപദേശിക്കുകയും അതൊക്കെ ചെയ്യലുണ്ട്. ഉപദേശം ഞാനത് എനിക്കത് അല്ല, അതായത് പിന്നെ ആൾക്കാരുടെ ഒരു കൈൻഡ് ഓഫ് ഒരു ടോക്ക് ഉണ്ട്. അതായത് നിനക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ, എനിക്കുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ, അതായത് ഇപ്പൊ എൻ്റെ വീട്ടിൽ 2 നേരം ചോറുണ്ണാനുള്ള അരിയേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 4 വീട് അപ്പുറത്ത് 1 നേരം പോലും കഴിക്കാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വിശപ്പല്ലാതെ ആവില്ലല്ലോ. അപ്പൊ നമ്മളങ്ങനെ ആൾക്കാരെ ക്യാൻസൽ ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം, ഒരുപാട് മനുഷ്യർക്കൊന്നും കറക്റ്റായിട്ട് എമ്പത്തിയോടുകൂടി സംസാരിക്കാൻ അറിയില്ല. കുറേ വർത്തമാനം പറയാൻ അറിയാമെന്നല്ലാതെ എമ്പത്തിയോടുകൂടി സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ പരിമിതികൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളുടെ ലൈഫിൽ കയറി നേരിട്ട് ഇടപെടുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിന് ഐ എം ഷോയിങ് ദം ആസ് ഒരു വേ, ഒരു ലൈറ്റ്. ഇഫ് ദിസ് ഹെൽപ്സ് യു ദെൻ യു ക്യാൻ ഓൾസോ ട്രൈ ദ വേസ് ഐ ട്രൈഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ആളുകൾ ഇങ്ങനെ തെറാപ്പിസ്റ്റ് ആക്കാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പോസിറ്റീവ് അല്ലാതെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് വന്നു? FB മാത്രമാണ് ഞാൻ അങ്ങനത്തെ റിയാക്ഷൻസ് കണ്ടിട്ടുള്ളത്. ഞാൻ FBയുടെ കാര്യം മാത്രമല്ല, നമുക്ക് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ. എൻ്റെ അടുത്ത് വരില്ല. ഞാൻ വളരെ ഒരു എന്താ പറയുക, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്നെ പേടിയാണ്. നേരിട്ട് എൻ്റെ അടുത്ത് വരില്ല. ദേ ആർ റിയലി അഫ്രൈഡ് ഓഫ് മൈ ടങ്. ഞാൻ എടുത്ത് സംസാരിക്കും എന്നുള്ളതും ചിലപ്പോൾ പറഞ്ഞു മുറിക്കുമെന്നുള്ളതും 1-2 അനുഭവത്തിൽ നിന്നൊക്കെ. അത് പിന്നെ ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഞാൻ മേക്ക് ഷുവർ ദാറ്റ് എവരിബഡി നോസ് അബൌട്ട്. കുറച്ച് ടിപ്സ് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഇതിനെ പറ്റിയിട്ട്. എങ്ങനെ ഇവരിത് കുറച്ച് ആളുകൾക്ക് ആ ടിപ്സ് ആവശ്യമാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നാറുണ്ട് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേറ്റീവ്സിനെ നമ്മളായിട്ട്. ഞാൻ അതിനൊരു കാര്യം പറയാം. അതായത് അവർ വന്ന് നമ്മളെ, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്? ഇപ്പോൾ അനുഷ നന്നാവുക എന്നുള്ളതോ അനുഷയ്ക്കൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവണമെന്നുള്ളതോ അല്ല അവരുടെ ഇൻറ്റൻഷൻ. അവരുടെ ഇൻറ്റൻഷൻ ഈസ് ടു ബ്രേക്ക് യു. അതിന് ആദ്യം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻ നമ്മൾ അവിടെ അങ്ങ് ക്യാൻസൽ ചെയ്യുക. ഇപ്പം മലയാളത്തിൽ നമ്മളൊരു ഫ്രേസ് പറയല്ലേ, ഇത്ര ഉള്ളു, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം നമ്മുടെ അടുത്ത് വന്ന് ഭയങ്കര കഥ പറയുമ്പോഴത്തേന് അങ്ങനെ പറയാറുള്ള ഒരു ഡയലോഗ് പറയോ? ഏതാ? അപ്പം എനിക്ക് അതിനെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വേറെ വഴിയാ. ഞാൻ ഇപ്പം എൻ്റെ ഇപ്പം എന്തെങ്കിലും കുറവുകളൊക്കെ കണ്ടുപിടിച്ചിട്ടായിരിക്കുമല്ലോ വന്നിരുന്ന് ഈ കഥ പറയാം. അവരാ കഥ പറഞ്ഞ് തീരുമ്പോഴേക്കും അവരുടെ എന്തെങ്കിലും കുറവ് ഞാൻ കണ്ടുപിടിക്കുന്നത്, ഞാൻ അതുമ്മ കയറി പിടിക്കും. പിന്നെ ഇരുന്ന് വേർക്കണ വരെ ഞാൻ സംസാരിക്കും, ഞാൻ വിടൂല. അപ്പോൾ അവർക്ക് മടുക്കും. മറ്റേ ഈ AI വീഡിയോസ് ഒക്കെ ഇപ്പം ഇറങ്ങുന്ന കാണാറില്ലേ? മറ്റേ AI ആയിട്ട് ആളുകൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ വീഡിയോസ്. അതിലൊരെണ്ണം ഞാൻ ഇതുപോലെ കണ്ടിരുന്നു. മോള് വല്ലാതെ കറുത്തു പോയല്ലോ, അമ്മായി വല്ലാണ്ട് ഇപ്പം നേരിട്ട് ഉപദ്രവിച്ചില്ലെങ്കിൽ പോലും ആൾക്കാരെ ബ്രേക്ക് ചെയ്യാൻ എന്തോരം ടാക്ടിക്സ് ഉണ്ടെന്നറിയാം. എന്നെ ഒരുപാട് പേര് ഹേർട്ട് ചെയ്തതിൽ നിന്നൊക്കെ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഓഹോ, ഇങ്ങനെ നമുക്ക് ആൾക്കാരെ നശിപ്പിക്കാം. പരമാവധി ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ റിയാലിറ്റിയിൽ ഇവരില്ല.
ഇഫ് യു ഡോണ്ട് വോണ്ട് ടു സീ എ പേഴ്സൺ യു വിൽ നോട്ട് സീ ദാറ്റ് പേഴ്സൺ. കണ്ണ് പോലും കൊടുക്കരുത്. എനിക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ എന്നെ ദ്രോഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്നെ പൊട്ടൻഷ്യലി ദ്രോഹിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ എൻ്റെ നോട്ടം പോലും കൊടുക്കില്ല. അപ്പോൾ അവർക്ക് എന്തോരം വിഷമം വരും, പണ്ടാരക്കാരി ഒന്ന് നോക്കുന്നു പോലും, നോക്കിയിട്ട് വേണം പിടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നോക്കൂലടാ ദിസ് വി ക്യാൻ ഡു. ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് എനിക്ക് കുറെ തെറികളൊക്കെ ആൾക്കാർ അയക്കും, ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും. അവർ പാവങ്ങൾ പോയിട്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എന്നെ തെറി വിളിക്കും, ഞാൻ അതും ബ്ലോക്ക് ചെയ്യും. പിന്നെ വേറെ ഉണ്ടാക്കിക്കൊണ്ട് ബ്ലോക്ക് ചെയ്യും. അതാ ഞാൻ പറഞ്ഞു, ക്യാൻസൽ ദം. അതെ, അവരുടെ എക്സിസ്റ്റൻസോ അവരുടെ അഭിപ്രായങ്ങളോ നമ്മുടെ റിയാലിറ്റീനെ ഡിഫൈൻ ചെയ്യരുത്. They do not deserve it. ഞാൻ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ നമ്മുടെ കോൺവെർസേഷൻ ഇങ്ങനെ പോകുന്നു ഞാൻ വിചാരിച്ചു. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ നമ്മളൊരു ചെറിയ റിസർച്ചൊക്കെ നടത്തുമല്ലോ വരുന്ന ഗസ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുക, ഇത് ഞാനല്ലേ, ഇത് ഞാനാണ്. ഞാൻ ഇന്നലെ ജുവലിനെ വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു, നമ്മള് ആക്ച്വലി നമ്മൾ ഒരേപോലെ ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ്. സ്വഭാവം പോട്ടെ, നമ്മുടെ അപ്ബ്രിങ്ങിങ് എല്ലാം ഒരേപോലെ, എവറിത്തിങ് ഇസ് സിമിലർ. എൻ്റെ ചേച്ചിയാണ് ജുവൽ, എൻ്റെ അമ്മയാണ് ജുവൽ. അല്ല, എന്നെ അങ്ങനെ കരുതുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. ബിക്കോസ് ഒന്ന്, ഞാൻ കുറച്ച് നേർച്ചറിങ് ആണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഭയങ്കരമായിട്ട് നേർച്ചർ ചെയ്യും. അവരുടെ ഗ്രോത്തിനെയൊക്കെ ഞാൻ എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ മറ്റേ ഒരുത്തനുണ്ട്, അവൻ എന്നെ വിളിക്കുന്നത് ജിസ് ജോയ് സിനിമയിലെ KPSL എഴുതുന്നൊക്കെയാണ്. എതിരെ നിൽക്കുന്നവന്റെ മനസ്സ്, ഇതൊക്കെ എന്നെ വിളിക്കുന്ന പേരുകൾ. പിന്നെ മദർ മേരി എന്ന് വിളിക്കും. ഞാട്ടി വിടും, അത് വേറെ കാര്യം. ഒരുപാടൊക്കെ ഒട്ടണമെന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ബട്ട് ദേ ഡു ദാറ്റ്. എന്നോട് ഭയങ്കരമായിട്ട് ആൾക്കാർ റിലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഈ റിലേഷൻഷിപ്സിലൊക്കെ ഭയങ്കര ഓക്വേർഡായ ഒരു മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഹയ്ക്കകത്തിരിക്കുന്ന ഒരു ജീവിയാണ് ഞാൻ. ആ ഗുഹയ്ക്കകത്തേക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കയറി അങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു ഗുഹാവാസിയായ സ്ത്രീയാണ് ഞാൻ. നമുക്ക് എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ പരിപാടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു ഒരു നല്ലൊരു പാട്ട് പാടിയിട്ട് കടക്കാമെന്ന്. ഞാൻ പാടിയേനെ, ചുമയായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പാടിയില്ല, ഈ ഗംഭീരമായിട്ട് ഞാൻ പാടിയേനെ. സോ എനിക്ക് തോന്നുന്നു ജൂലി നന്നായി പാടില്ലേ. ഭയങ്കര പാട്ടുകാരിയാണ്. പണ്ട് എന്നോട് ആരെങ്കിലും പാട്ട് പാടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കാരണം സ്കൂളിൽ നിന്നൊക്കെ എനിക്ക് കുറേ ട്രോമ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുറച്ച് നെയ്സൽ വോയിസ് ആണ്, എനിക്ക് പോളിപ്പും വളവും എല്ലാം ഉണ്ട്. അപ്പോൾ പാട്ട് പാടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടം. പക്ഷെ പാട്ട് പാടുമ്പോൾ ടീച്ചർമാരൊക്കെ അതാരാ മൂക്കൊണ്ട് പാട്ട് പറഞ്ഞേ, അതിനോട് മാറിയിരിക്കാൻ പറ, അങ്ങനെയൊക്കെ എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് സോങ്ങിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ഒരുപാട്. എന്നെ ഇപ്പം മൂക്കൊണ്ടല്ലോ പാടുന്നത്, ഇപ്പോഴും മൂക്കൊണ്ടാണ് പാടുന്നത്. എനിക്ക് നെയ്സൽ പോളിപ്പുണ്ട്, DNS ഉണ്ട്. ഇതൊക്കെ എടുത്തു കളയണമെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള. അതൊക്കെ പിന്നെ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വലിയ കോമ്പറ്റീഷനായി മാറും. അതെ, സി കൺസിഡറിങ് അതർ പീപ്പിൾ, ആ ഏരിയയിൽ ഏറ്റുമുട്ടാനൊന്നും നിൽക്കരുത്. അതുപോലെ അതൊരു പടക്കളമാണ്. പാട്ടുകാരുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കോമ്പറ്റീഷൻ. മാത്രമല്ല ജുവൽ ഈസ് സംബഡി, ഞാൻ മനസ്സിലാക്കുന്ന യു ആർ സംബഡി ദാറ്റ് ഐ എം ബെസ്റ്റ് അറ്റ് വാട്ട് ഐ ഡു എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ്. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ജുവൽ ചെയ്ത ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ ജുവൽ പറഞ്ഞു ഞാൻ ആ കൂടെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളൂ, അത് ഷാറുഖ് ഖാനാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഡാം ഗേൾ വാട്ട്. ലൈക്ക് ഞാൻ ഒരു ഇന്റർവ്യൂ ഒരു പടം ചെയ്തതിന് എന്താ പറയുക, നല്ല അഭിനയത്തിനുള്ള കുറേ അവാർഡുകൾ അങ്ങനെ വാരിക്കൂട്ടി. അത് പക്ഷെ അത് ശരിക്കും ദോഷമാണ് കേട്ടോ. കുറച്ചും കൂടെയൊക്കെ എല്ലാം ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. പക്ഷെ എന്താണ്, ഒരു തൃപ്തി വരുന്നില്ല. അപ്പോൾ ആ തൃപ്തി ആവണ വരെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് പണിത് ഈ സമയം പോയിക്കൊണ്ടിരിക്കും. അത് പൊട്ട സ്വഭാവമാണ് ആക്ച്വലി. കുറച്ചും കൂടെ നമ്മളൊന്ന് നന്നാവേണ്ടതുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്ന കുറച്ച് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണ് ഓരോ മനുഷ്യരുടെ. എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് കമ്പൽഷൻസ് ഒക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ വിചാരിക്കണ പോലെ തന്നെ അത് ചെയ്തില്ലെങ്കിൽ തൃപ്തിയല്ല. ആ പാട്ടിലേക്ക് തിരിച്ചു വരാം. ആ പാട്ട് ഇപ്പോൾ പാടണം അല്ലേ? ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പഴയ പാട്ടിൻ്റെ റീമിക്സ് വേർഷനാണ് ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത്. ഏത് ഭാഷയിലെ പാട്ട്? ഇതൊരു ഹിന്ദി പാട്ടാണെന്ന് മാത്രം എനിക്കറിയാം. ഇതൊരു പഴയ ഹിന്ദി സിനിമയുടെ പാട്ടാണ്. ഇതപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു DJ മിക്സൊക്കെ അങ്ങനത്തെ ഒരു സാധനം എൻ്റെ
പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ വീട്ടിൽ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കൂടി ഞങ്ങൾ ഒരു നൈറ്റ് വൈബിന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴൊക്കെ ഇത് ഞാനിങ്ങനെ ആംബിയൻസ് മ്യൂസിക് ആയിട്ട് പിന്നെ പയ്യെ ഞാൻ ഇതിരുന്ന് പാടാൻ തുടങ്ങും. പിന്നെ ഞാൻ പാടാൻ തുടങ്ങി. പിന്നെ എൻ്റെ രാഗ വിസ്താരമാണ്. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. എനിക്ക് കൂട്ടുകാർ കൂടുമ്പോഴും അല്ലെങ്കിൽ ഞാൻ തന്നെയാണെങ്കിലും പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഐ ഹാവ് ദിസ് വിയർഡ് ഹാബിറ്റ് ഓഫ് സിംഗിങ് വെൻ ഐ യൂസ് എ മിക്സി ഓൺ ചെയ്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പാടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓൺ ചെയ്യണ സ്വിച്ച് ഇട്ട പോലെ ഞാൻ പാടും. അത് എവിടെ നീ വേറൊരു കഥ ഞാൻ പറയട്ടെ. എൻ്റെ പാട്ടിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഇതുപോലൊരു നാണക്കേടുണ്ടായ ഒരു കഥ, വൻ കഥയാണത്. ഞാൻ തൃപ്പൂണിത്തുറ എനിക്കൊരു വീടുണ്ട്, എൻ്റെ അച്ഛനമ്മയുടെ വീട് അവിടെയാണ്. അപ്പം അവിടെ താമസിക്കുന്ന സമയത്ത് പണ്ടാണ്, കുറച്ച് ഒരു 10 yearsന് മുന്നേ, ഞാനപ്പോൾ എൻ്റെ കുളിമുറി, ഞങ്ങളുടെ വീട് റോഡ് സൈഡിലാണ്. അപ്പോൾ 2ാം നിലയിലെ കുളിമുറിയിലാണ് ഞാൻ എല്ലാ ദിവസവും കുളിക്കുക. ഒരു വൈകുന്നേരം സമയത്താണ് കുളിക്കാൻ പോവുക. ഈ ബാത്റൂമിനകത്ത് കയറി കുളിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പാട്ട് തുടങ്ങും. വൻ പാട്ടാണ് കേട്ടോ. എത്ര വയസ്സുള്ളപ്പോഴാണ്? ഈ 23, 22 വയസ്സൊക്കെ ഡീഫോഡിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ടൈമിന് ഞാൻ ഭയങ്കര പാട്ടൊക്കെ പാടും. ഇതിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ലാസ്റ്റ് അപ്പുറത്തെ കുറേ വീടുകളൊക്കെ ഉണ്ട്. അവിടുന്ന് ഒരു ആൻറ്റി എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഒന്നുകിൽ മോളോട് പല സമയത്ത് കുളിക്കാൻ പറയണം, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ പാട്ട് പാടരുത് പറയണം. ഈ നാട്ടിലുള്ള എല്ലാ ചെക്കന്മാർക്കും അറിയാം നിങ്ങളുടെ മോളെ എപ്പോഴാണ് കുളിക്കണമെന്നുള്ളത്. ഐ വാസ് ലൈക്ക് നിർത്തി, ആ കുളിമുറിയിലുള്ള കുളിയും നിർത്തി, പാട്ട് നിർത്തി. നേഴ്സിംഗ് ആണ് ഞാൻ കോളേജിൽ പഠിച്ചത്. അപ്പോൾ BSc നഴ്സിംഗ് അന്ന് പഠിക്കുമ്പോൾ ഈ കരോള് പോകും കോളേജിൽ നിന്ന്. സിസ്റ്റർമാരുടെ കോളേജായിരുന്നേ. അപ്പോൾ കരോള് പോകുമ്പോഴത്തേനും ഒരു പാട്ട്, രാത്രി ശുഭരാത്രി രാത്രി ശുഭരാത്രി, ഇതാണ് പാട്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ രാത്രി ശുഭരാത്രി എന്ന് പാടിയ ഐറ്റമാണ് ഞാൻ. ഞാൻ ആക്ച്വലി പാടിപ്പോയി അറിയാണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ അയ്യോ പാട്ട്. खोया खोया चाँद खुला आसमां, आँखों में सारी रात जाएगी, तुमको भी कैसे नींद आएगी, हो खोया खोया चाँद, मस्ती भरी हवा जो चली, मस्ती भरी हवा जो चली, खिल खिल खई ये दिल की कली, मन की गली में है खलबली, कि उनको तो बुलायो, हो खोया खोया चाँद खुला आसमां, आँखों में सारी रात जाएगी, तुमको भी कैसे नींद जाएगी, हो खोया खोया चाँद, खोया खोया चाँद. ഇതെൻ്റെ പാർട്ടി സോങ് ആണ് സ്ഥിരം. ഇതാണ് സ്ഥിരമായിട്ട് പാർട്ടിൽ പാടുന്നത്. ഇതെല്ലാ ആര് വീട്ടിൽ വന്നാലും ഇത് ആംബിയൻസ് മ്യൂസിക് ആയിട്ട് പ്ലേ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇരുന്ന് പാട്ട് പാടാൻ തുടങ്ങും. എനിക്ക് ഇത് ഭയങ്കര ഒരു വിയേർഡ് എനർജി നമുക്കിടയിൽ കിട്ടുന്ന കാരണം കൊണ്ട് ഐ കെപ്റ്റ് തിങ്കിങ് അബൌട്ട്, എന്താണെന്നറിയോ, ഈ പാട്ട് കോയ എന്ന് പറഞ്ഞ ഒരാളെ പറ്റിയുള്ള പാട്ടാണ്. എനിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. പക്ഷേ ആ പാട്ട് നശിപ്പിച്ച് ഇനി ഇത് കേൾക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കോയനെ പറ്റി ചിന്തിക്കുന്നു. ചിരി വരുന്നുണ്ട്. പക്ഷെ ചിരിച്ച ആള് വിചാരിക്കും പാട്ട് നന്നായിട്ട് ചിരിക്കുന്നു. ഈ ഇപ്പോൾ എന്താണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു ഭയങ്കര ഈ കല്യാണപ്രായത്തിനെ കുറിച്ചുള്ള ഭയങ്കര ഹൈപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ജുവലിൻ്റെ എക്സ്പീരിയൻസ് നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ജുവൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്ന് എന്താണ് ഈ പെണ്ണുങ്ങളുടെ കല്യാണപ്രായത്തിനെ കുറിച്ചുള്ള ഹൈപ്പ്? ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ന ഏജിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളതിന്
അക്രോസ് ദ വേൾഡ് പല സ്കെയിലാണ്. 7 വയസ്സ് മുതൽ കല്യാണം കഴിപ്പിക്കാം എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. 9 വയസ്സ് ലീഗൽ കല്യാണപ്രായമാക്കണമെന്ന് ഫൈറ്റ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡ്. അപ്പൊ അവിടെയൊക്കെ ഗർഭിണികളാവുന്ന പെൺകുട്ടികളുണ്ട്. ഞാൻ നുജൂദ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബുക്കുണ്ട്. അപ്പോൾ നുജൂദ് 10 years കഴിഞ്ഞപ്പോൾ പോയി ഡിവോഴ്സ് വാങ്ങിച്ച ആളാണ്. സോ ഹൂ ഈസ് ഡിസൈഡിങ് ദിസ് സ്റ്റഫ്? ഒരു സ്ത്രീയുടെ ഓട്ടോണമി, അവൾക്ക് ജൈവികമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബോധം വന്നതിന് ശേഷം ദ വുമൻ ഷുഡ് ഡിസൈഡ് വെൻ ടു ഗെറ്റ് മാരീഡ്. മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു തോന്നലിൽ നിന്നോ, അല്ലെങ്കിൽ എനിക്ക് ഒരു പങ്കാളിയെ വേണം, അല്ലെങ്കിൽ എനിക്കൊരു റീപ്രൊഡക്ഷൻ നടക്കണം, ഞാനൊരു അമ്മയാവണം, അല്ലെങ്കിൽ എനിക്ക് ജൈവികമായിട്ടുള്ള ലൈംഗിക സുഖം വേണം എന്നുള്ളൊരു തോട്ടിൽ നിന്നും ഉരുവാക്കപ്പെടുന്ന ഒരു സാധനമല്ല ഇവിടെ കല്യാണം. അതെ, ഇവിടെ കല്യാണം ഈസ് ലൈക്ക് ഓരോ രാജ്യത്ത് ഓരോ സ്കെയിൽ വെച്ചിരിക്കുന്ന, ആ സ്കെയിൽ ആരൊക്കെ ക്രോസ് ചെയ്യുന്നോ അവരെയൊക്കെ കെട്ടിച്ചു വിടുന്നു. എനിക്കിതുവരെ ഇതിൻ്റെ ഒരു പരിപാടി മനസ്സിലായിട്ടില്ല. ഞാൻ കല്യാണം കഴിച്ചത് പ്രേമിച്ച് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കുറച്ച് ഓട്ടോണമി എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഡിസിഷൻസ് എടുത്താൽ ഞാൻ അക്കൗണ്ടബിൾ ആവുമെന്ന് എനിക്കറിയാം. ദാറ്റ്സ് ഓക്കെ ഫോർ മീ. എനിക്ക് അറിയാത്ത ഒരു സിറ്റുവേഷൻ, അതായത് എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകാന്നുള്ളത് എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഡിസിഷൻസൊക്കെ ഞാൻ തന്നെ എടുത്ത ഡിസിഷൻസാണ്. സോ അതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്താനും എനിക്ക് അതിനുള്ള ആർജവം ഉണ്ടായിരുന്നു. ഈ കല്യാണ പ്രായത്തിന് ഭയങ്കര എന്തുണ്ട്, പ്രഷറുണ്ട്. കാരണം എന്താ വെച്ചാൽ ആണുങ്ങൾക്ക് ഇപ്പോൾ ഒരു 25 വയസ്സിലൊരു ജോലി സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് അതിനിടയിൽ കൂടെ എങ്ങനെ ഒരു കുടുംബിനിയാവാമെന്ന് പഠിക്കണം, കല്യാണം കഴിക്കണം, ജോലി സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ജോലി സെറ്റ് ചെയ്യണം, പിന്നെ 30 വയസ്സിന് മുമ്പ് പ്രസവിക്കുകയും വേണം. ഇങ്ങനെ കുറേ പ്രഷറുകളുണ്ട്. അല്ല, ഇറ്റ് ഗോസ് ഫോർ ബോത്ത് ജെൻഡേഴ്സ്. അവരുടെ പ്രശ്നം അല്ലെങ്കിൽ ബോയ്സിൻ്റെ പ്രശ്നം ആക്ച്വലി അവർക്ക് പോലും അറിയില്ല അവരെത്ര വലിയ ഡീപ്പ് ഷിറ്റിലാണ് ഓരോ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതെന്നുള്ളത്. എന്നോട് ഇപ്പോഴും എൻ്റെ മെയിൽ ഫ്രണ്ട്സ് പലരും ഒക്കെ ചോദിക്കുന്നത്, അപ്പം ഞങ്ങളെ ആരും നോക്കും? ലൈക്ക് ഹൂ വിൽ അണ്ടർസ്റ്റാൻഡ് അസ്, ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് അസ്? ഇതാരാണ് ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ഞാനൊരു പ്രായം കഴിയുമ്പോഴത്തേനും ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച് ഞാൻ ഒരു പെണ്ണിനെ നോക്കണം, പിന്നെ ഉണ്ടാകുന്ന പിള്ളേരെ നോക്കണം, അവളുടെ അച്ഛനമ്മേനെ നോക്കണം, എൻ്റെ അച്ഛനമ്മേനെ നോക്കണം, വീട് വെക്കണം, ലോൺ എടുക്കണം, കാർ മേടിക്കണം, വർഷാവർഷം ട്രിപ്പ് പോകണം. ഈ ചെലവും ബാധ്യതയും മുഴുവനും പുരുഷന്മാരുടെ തലയെ കൊണ്ട് ഇട്ടിട്ടുള്ളത് പേട്രിയാർക്കിയാണ്. എക്സാക്ട്ലി. ഇത് പക്ഷേ അവർ പോലും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഹലോ ബ്രദർ, നിങ്ങളാണായത് കൊണ്ടല്ല, ആണുങ്ങളെ അല്ല നമ്മൾ വിരോധിക്കുന്നത്, നിങ്ങളെയും ഞങ്ങളെയും ഒരുപോലെ ദ്രോഹിക്കുന്ന ഒരു വൃത്തികെട്ട സമ്പ്രദായം നമ്മുടെ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വി ഷുഡ് നോ അബൌട്ട് ഇറ്റ്. നമുക്ക് ഒരാൾക്ക് വേണം. ഇപ്പം എനിക്ക് തോന്നുകയാണ്, ഐ വോണ്ട് ടു ബിൽഡ് എ ഫാമിലി. എനിക്കൊരു കല്യാണം കഴിക്കണം. ഞാൻ കല്യാണം കഴിച്ച്, ഇപ്പം ഞാനൊരാണാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന പാർട്ട്ണർക്ക് എനിക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവളെ എനിക്കിഷ്ടമുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോകണം, അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കണം. ഇതൊക്കെ ഒരാളുടെ ഉള്ളിൽ നിന്ന് തോന്നണതാണ്. അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഇത് ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്യണം, എൻ്റെ സ്വന്തം ചേട്ടൻ ഇത് ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്യണം. ഇതാണ് എല്ലാവരുടെയും അവസ്ഥ. ഐ ഫീൽ പിറ്റി ഫോർ ദം. എനിക്ക് സത്യത്തിൽ സങ്കടമുണ്ട്. എൻ്റെ എല്ലാ ബ്രദേഴ്സിനോടും എനിക്ക് സങ്കടമുണ്ട്. പെണ്ണുങ്ങളുടെ അവസ്ഥയാണെങ്കിൽ ഇതിനും കോമഡിയാണ്. ഒരു വിഭാഗം പെൺകുട്ടികൾ വളരെ ബ്ലിസ്ഫുള്ളി ഇഗ്നോറൻ്റ്ലി എനിക്ക് കല്യാണപ്രായമായി, ഇനി എൻ്റെ ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കും, അങ്ങനെ ചിന്തിക്കണവരുണ്ട്. വേറൊരു വിഭാഗം ആൾക്കാർക്ക്, എസ്പെഷ്യലി എൽഡർ ഡോട്ടേഴ്സ്, വീട്ടിലെ പ്രാരാബ്ദം മുഴുവൻ തീർക്കണം, ലോൺ എടുത്ത് പഠിച്ചത് തീർക്കണം, ഇതിൻ്റെ ഇടയിൽ കൂടെ സ്ത്രീധനം കൊടുക്കാനുള്ള പൈസക്ക് ഉണ്ടാക്കണം. സ്ത്രീധനമൊക്കെ ഇല്ലെന്ന് വെറുതെ പറയണം കേട്ടോ, എല്ലായിടത്തും ഇപ്പോഴും ഉണ്ട്. ആകെപ്പാടെ വളകാപ്പിന് മാത്രമാണ് കുപ്പിവളകൾ ആൾക്കാർക്ക് എന്താണ് എഗ്രിയബിൾ ആയിട്ടുള്ളൂ. അതർവൈസ് ബാക്കി എല്ലാ സമയത്തും ഗോൾഡ് വേണം. ഈ വരണ ചെക്കൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള അറിവിനെ ക്യാൻസൽ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്നറിയാമോ? അത് വിവരമുള്ള ഒരു മണ്ടിമാരായിട്ട് അഭിനയിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഓഫ് മൈൻ, ഐ മെറ്റ് ഹർ ഫ്യൂ ഡേയ്സ് ബാക്ക്. അപ്പോൾ അവരിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാസ് ഇൻ എ റിലേഷൻഷിപ്പ് ഫോർ എ വൈൽ, പക്ഷെ അത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും കഷ്ടകാലത്തിന് 30 വയസ്സായി പോയി. പിന്നെ വീട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ പ്രഷറാണ്, കല്യാണം കഴിക്കുക. വീട്ടുകാരും നാട്ടുകാരും ഒരു പരിചയമില്ലാത്ത ചേട്ടൻ ചേച്ചിയും വരെ വന്നിട്ട് ഇനിയൊക്കെ നിന്നെ ആര് കെട്ടും. സോ ആ വർക്കാവാത്ത റിലേഷൻഷിപ്പ് ഓക്കെ എന്ന് പറഞ്ഞു.
അല്ലാണ്ട് ഇപ്പം നമുക്ക് കെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി ആരെങ്കിലും പിടിച്ച് കെട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ? അറിയാവുന്ന ആളെ എന്താ ഓക്കേന്ന് വെച്ചു, പക്ഷെ അത് വർക്ക് ആവണുണ്ടായിരുന്നില്ല. എഗെയിൻ ഈ കുട്ടിക്ക് അത്രയും ബോധമുള്ളതുകൊണ്ട് ഈ കുട്ടി അതിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്തു. അപ്പോഴേക്കും 33 വയസ്സ് 34 വയസ്സായി. പ്രായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിസിഷൻ മേക്കിംഗ് ഒന്നും നമുക്ക് ഒരു സ്വിച്ച് ഇട്ട പോലെ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ആൾക്കാർ വന്ന് പറയുന്നുണ്ട് അത്ര ടു ലോവർ ഹെർ സ്റ്റാൻഡേർഡ്സ്, അതായത് അവരോട് കോംപ്രമൈസ് ചെയ്യാൻ. ഞാൻ ഇത്രേ ചോദിച്ചോളൂ, നീ സ്റ്റാൻഡേർഡ് കോംപ്രമൈസ് ചെയ്തു, നിനക്ക് ഓക്കെ അല്ലാത്ത ഒരാളുടെ കൂടെ നീ കല്യാണം കഴിച്ചു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഈ അപ്പൂപ്പനോ അമ്മൂമ്മയോ മാമനോ മാമിയോ വന്നാൽ നിൽക്കുവോ? ഇല്ല. ഇവരാരെയും നിന്നെ സഹായിക്കുമോ? ഇല്ല. അപ്പോൾ യു വർക്ക് ഓൺ യുവർ സെൽഫ്. നീ തീരുമാനം എടുത്ത് നീ ക്ലിയർ ആകുമ്പോൾ മാത്രം കല്യാണം കഴിച്ചാൽ മതി. ഞാൻ 24 വയസ്സിൽ കല്യാണം കഴിച്ച ഒരാളാണ്. നൗ ഐ എം 35. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ അന്ന് സിംഗിളായിരുന്നെങ്കിലും ഇന്ന് സിംഗിളാണെങ്കിലും ഒക്കെ ഒരു വ്യത്യാസവും ഇല്ല ഇതിലൊന്നും. സോ ഏജ് ഈസ് നോട്ട് എ മാറ്റർ. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ദറ്റ് our society is very much obsessed with getting people married and watching them break up. കല്യാണം കഴിപ്പിച്ച് വിടാൻ നല്ല ഇതാ, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ എന്തോ ഒരു രസച്ചർച്ച ഉണ്ടല്ലോ, എന്താണ് സ്വന്തം ലൈഫിൽ വേറെ ഒരു പണിയില്ല ബേസിക്കലി. തെന്നാ ഉറങ്ങാ ഇങ്ങനെ പറമ്പിൽ കൂടെ നടക്കാന്നല്ലാണ്ട് വേറെ ഒരു പണിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കണേ, മാമൻ്റെ വീട്ടിൽ എന്താ നടക്കണേ, ഈ ത്വരയാണ്. എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന പെൺകുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പ് എന്നല്ല, ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ്. അതൊരു പട്ടിയുടെയും പൂച്ചയുടെ എക്സാമ്പിളാണ്. അതായത് മോസ്റ്റ് ഓഫ് ദി ഗേൾസ് വി ആർ ട്രെയിൻ ടു ബി ദ ഡോഗ്സ് ഇൻ എ ഫാമിലി. നമ്മൾ വാലാട്ടി നിൽക്കണം, നമ്മൾ യജമാനം വരുമ്പോൾ എഴുന്നേറ്റ് കുമ്പിടണം, പിന്നെ ഇവരുടെ പിറകെ ഇങ്ങനെ മണപ്പിച്ച് നടക്കണം, എന്താണ് ഇവരെന്തെറിഞ്ഞ് തന്നാലും തിരിച്ചു കൊണ്ടേ കൊടുക്കണം, ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലൊരു ഹൗസ് ക്യാറ്റ് ഉണ്ടെങ്കിൽ the cat doesn't bring anything to the table. Cat is just a cat. Cat is just beautiful. Cat is just, you know, ആ ഒരു ഫെലൈൻ എനർജി ആയിട്ട് അതിങ്ങനെ നടക്കും. നമ്മൾ വേണമെങ്കിൽ അതിന് അവിടെ പോയി തലോടണം. തലോടി കഴിയുമ്പോൾ അത് ഒന്നും കൂടെ സെക്സി ആയിട്ട് കിടക്കും. എന്നെ വേണമെങ്കിൽ നല്ലോണം ഒന്ന് സുഖിപ്പിച്ചോളും. See, this energy attracts people. ആ പൂച്ചക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. പൂച്ച ഒരു തേങ്ങയും ചെയ്യുന്നില്ല ഉടമസ്ഥന് വേണ്ടിയോ ആർക്കും വേണ്ടിയോ. പക്ഷെ പൂച്ച is just പൂച്ച. A woman should be like that. ഈ ഡിവോഴ്സിൻ്റെ കാര്യം സംസാരിച്ച സമയത്ത് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ യു സെഡ് ദാറ്റ് ഈ ഡിവോഴ്സിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ അവിടുത്തെ ആ ഒരു കോർട്ടിലുള്ള വക്കീലോ അല്ലെങ്കിൽ അവിടെ ഹൂഎവർ കൗൺസിലർ സംബടി ഭയങ്കര ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പെണ്ണുങ്ങളോട് ചോദിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ജുവൽ പറഞ്ഞു ദാറ്റ് ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് വരെ അവർക്ക് എന്നോട് അത് ചോദിക്കാനുള്ള ധൈര്യമുണ്ട്. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു സാധാരണ പെൺകുട്ടി ഒരു ഡിവോഴ്സിന് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, ലൈക്ക് ഇഫ് യു ഡോണ്ട് മൈൻഡ്, കെൻ ഐ നോ ലൈക്ക് എന്ത് തരം ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്? എന്തും ചോദിക്കാം. അതായത് ഇപ്പോൾ കല്യാണം എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ വരുന്നൊരു കാര്യമാണ് ലൈംഗികത. അതൊരാളുടെ പേഴ്സണൽ കാര്യമാണ്, വളരെ പേഴ്സണൽ കാര്യമാണ്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ്, അതായത് ഇപ്പോൾ ഒരാൾക്കൊരു ലൈംഗിക രോഗമുണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ലൈംഗിക വൈകൃതം ഉണ്ടെന്നുള്ളതോ ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെന്നുള്ളതോ ഇത് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ എത്ര സമയം ഇത് ചെയ്തു, അല്ലെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്തു, എവിടെ തൊട്ടപ്പോൾ നിങ്ങൾക്ക് വേദന, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു വേറൊരു വെർഷൻ ഓഫ് എ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റേറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ ബിക്കോസ് ഐ നോ ഇൻ പീപ്പിൾ ഹു ആർ വാച്ചിങ് മീ ദർ ആർ സം പീപ്പിൾ ഹു വിൽ ഗെറ്റ് എൻ ഇറക്ഷൻ ആഫ്റ്റർ ലിസ്ണിംഗ് ടു ദ സ്റ്റേറ്റ്മെന്റ്. ഓ, അവൾക്ക് ഇതാണല്ലേ പറ്റിയത്, അങ്ങനെ ചിന്തിച്ച് അതിലൊരു സുഖം കണ്ടെത്തുന്നവരുണ്ട്. ദ തിങ് ഈസ്, ഇത് മാത്രമല്ല, അതല്ല ആക്ച്വലി വിഷയം, അത് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതല്ല വിഷയം. ഇതിൻ്റെ കോർ ഐഡിയ തന്നെ ഭയങ്കര പ്രശ്നത്തിലാണ് കിടക്കുന്നത്. അതായത് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഇതൊരു ഫോർ എവർ കോൺട്രാക്ട് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു നെറേറ്റീവ് തന്നെ കിടക്കുന്നത്. ഇപ്പം നമുക്ക് കല്യാണത്തിന് മുന്നേ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ എവിടെയും കിട്ടുന്നില്ല. ആകെപ്പാടെ ചില മതസ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഗ്രൂമിംഗ് ആണ് മിക്കവർക്കും കിട്ടുക. അത് തന്നെ ഭയങ്കര ഫോൾട്ടിയാണ്. ഒരാൾക്ക് ഒരു റോൾ എന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്തിട്ട് ഇതൊരു ഫോർ എവർ കോൺട്രാക്റ്റ് ആണ്, ഓക്കെ കെട്ടിപ്പൂട്ടി വിട്ടു. ഇതാണ് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം ആരുടെയും ഇതിലില്ല. അപ്പോൾ വി ഡോണ്ട് നോ ഹൗ ടു അപ്രോച്ച് എ ഡിവോഴ്സ്, വാട്ട് ടു എക്സ്പെക്ട് ഇൻ എ ഡിവോഴ്സ്, നമ്മൾ എന്തൊക്കെ സംസാരിക്കണം, ഇത് എത്ര നാൾ പോകും, ഇതിൻ്റെ നിയമവശങ്ങൾ എന്താണ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്നെ കേൾക്കുന്ന കല്യാണം കഴിച്ചിട്ടില്ലാത്ത എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ബിഫോർ ഗെറ്റിംഗ് മാരീഡ് ജസ്റ്റ് തിങ്ക് ഓഫ് ദിസ് സിനാരിയോ. വാട്ട് ഇഫ് ദിസ് ഗോസ് റോങ്? വാട്ട് ഇഫ് ദിസ് ഗോസ് റോങ് ആൻഡ് യു ഹാവ് ടു ടേക്ക് എൻ ആക്ഷൻ ടു സേവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആരെ വിളിക്കണം, എങ്ങോട്ട് പോകണം,
എവിടെ പരാതി കൊടുക്കണം, ഇത് അറിഞ്ഞ് ഇതിനുള്ള നോട്ട്സ് എഴുതി വെച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ബാധകമാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു സാധനമാണ് ഇത്. ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് ടോട്ടൽ സൊസൈറ്റിയുടെ തന്നെ ഒരു ആഗ്രഹമാണ് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ മീഡിയ ആണെങ്കിലും പാപ്പരാച്ചി ആണെങ്കിലും മിക്ക നടിമാരോടൊക്കെ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗറിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഇതുപോലെ. അത് ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു പബ്ലിക് സ്പേസിലെങ്കിലുമാണ്. ഈ ചില സമയത്ത് ചില കൗൺസിലിങ്ങിൽ നമ്മൾ ഒറ്റയ്ക്ക് വിത്ത് ദിസ് പേഴ്സൺ നമ്മൾ ഇരിക്കേണ്ടി വരും. ഈ കൗൺസിലറുടെ കൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ മാജിസ്ട്രേറ്റ് അങ്ങനെ ആ പൊസിഷനിലിരിക്കുന്ന ആളുടെ മുന്നിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിലപ്പോൾ നമ്മുടെ നെറേറ്റീവ് പറയേണ്ടി വരും. അത് പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് റോങ് ആയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം വന്ന ഉടനെ സ്വാപ്റ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു റിയാക്ഷൻ വന്നുപോയി. കാരണം ആ ചോദ്യം ബിക്കോസ് ഞാൻ വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. എൻ്റെ ലൈഫിൽ ഭയങ്കര പെയിൻഫുള്ളായ ഞാൻ അനുഭവിച്ച കുറേ ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള കുറേ ഓർമ്മകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേനും ഒരു സെക്കൻഡ് ഇങ്ങനെ ഒരു മിന്നലടിച്ച പോലെ എനിക്ക് ബോധം വന്നു. ഇത് പറയേണ്ട കാര്യമില്ലല്ലോ, ഇത് അബ്യൂസ് അല്ലെങ്കിൽ അയാൾ ബൗണ്ടറി ക്രോസ് ചെയ്തെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മേശയിൽ ഇങ്ങനെ അടിച്ചു. ഭയങ്കര അടിയല്ല, മേശയിൽ ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതെന്തിനാ ചോദിക്കണേന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ ഒന്ന് പതറി. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നല്ല പ്രായമുള്ള മനുഷ്യനാണ്. അപ്പോൾ അയാളിങ്ങനെ അല്ല അതൊക്കെ അറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതറിയണ്ട. അപ്പോൾ അറിയണ്ട, അയാൾക്ക് അറിയണ്ട, അയാൾ വിട്ട്. എന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു കാര്യമാണ്, എൻ്റെ മുഖം നാട്ടുകാർക്ക് അറിയാം. ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഒച്ച വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളെ പറ്റി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നാണം കെടും. ചിലപ്പോൾ കുടുംബമുള്ളൊരു മനുഷ്യനായിരിക്കും. അതുപോലും റിസ്ക് ചെയ്ത് എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഈ പാവപ്പെട്ട ചിലപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീകളുണ്ടാവാം, 2-3 കുട്ടികളുടെ അമ്മമാരുണ്ടാവാം, അവരോടൊക്കെ എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ടാവും. ഇതുപോലെ എത്ര ആൾക്കാർ അധികാര സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും. സച്ച് പ്രെഡേറ്റേഴ്സ്. ഈ മീഡിയ പേഴ്സൺസ് നമ്മുടെ അടുത്ത് ഇതുപോലെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കാര്യം പറഞ്ഞു. ആൻഡ് യു ആർ സംബഡി വലിയ സ്റ്റേജ് ഷോസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ യു ഷുഡ് നോ എ തിങ് ഓർ ടു അബൌട്ട് ഹാൻഡിലിങ് എ ഗസ്റ്റ്. ഒരു ഗസ്റ്റിനെ എങ്ങനെ കംഫർട്ടബിൾ ആക്കാം എന്നുള്ളതിനെ കുറിച്ച്. സോ എങ്ങനെ ഒരു ഗസ്റ്റിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അതെങ്ങനെ നമ്മൾ ചാനൽ ചെയ്ത് മാറ്റാം, കുറച്ച് ടിപ്സ് എനിക്ക് പറഞ്ഞുതരാം. ദി തിങ് ഈസ്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഗസ്റ്റോ കലാകാരനോ ആരും ആയിക്കോട്ടെ, അതും ഒരു മനുഷ്യനാണ്. ആ ബോധം ഒരു ആങ്കറിന് എപ്പോഴും വേണം. അപ്പോൾ അവരുടെ ലൈഫിൽ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കൊണ്ടുവരേണ്ടതെങ്കിൽ അതിൽ റെസ്പെക്റ്റ്ഫുള്ളി ഹാൻഡിൽ ചെയ്യാം. ഒരു ചോദ്യത്തിനെ ഫ്രെയിം ചെയ്യുമ്പോഴത്തേനും അത് അയാളെ മുറിപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് ആ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് നമുക്ക് കുറച്ച് തല വേണം. നമ്മളത് ചിന്തിച്ച് നമ്മൾ ആ നിമിഷ നേരം കൊണ്ട് നമ്മളത് ചിന്തിച്ച് എമ്പത്തിയോട് കൂടി അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് സേഫ് സ്പേസ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യും. ചെയ്തില്ലെങ്കിൽ അവരത് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ദ കോൺവെർസേഷൻ, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ നോ ഒക്കെ നോ തന്നെയാണ്. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള നമുക്കത് വേണം. അല്ലാണ്ട് എൻ്റെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയും എൻ്റെ കണ്ടന്റിന് വേണ്ടിയും ഞാൻ ആരുടെ ജീവിതത്തിലേക്കും ടെലിസ്കോപ്പ് വയ്ക്കും എന്നുള്ളതൊക്കെ ഭയങ്കര റോങ് ആറ്റിറ്റ്യൂഡ്. ഈ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എഴുതി കൊടുത്തു. അപ്പം നമ്മൾ പറയുമല്ലോ അയ്യോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ പ്രശ്നമല്ല, അത് നമുക്ക് എഴുതി തരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന്. വായിച്ചു നോക്കിക്കൂടെ? അങ്ങനത്തെ സിറ്റുവേഷൻ ജുവൽ ഇപ്പൊ ഞാനങ്ങനെ എഴുതി വായിക്കണ പരിപാടികൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഷാറുഖ് ഖാനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ല, അത് ഞാൻ കുറെ വെള്ളം കുടിച്ചിട്ടില്ല, അത് വേറെ കഥ. ഇത് ഞങ്ങൾക്കൊക്കെ ഇന്നിയർ ഉണ്ടാവും, ചെവിയിലായിരിക്കും ഇങ്ങനെ പറയാ. അപ്പോൾ എന്തെങ്കിലും ക്യൂസ് തരും. അപ്പോൾ ഇന്നൊരു കാര്യം ചോദിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഷാർപ്പായിട്ടുള്ള കമാൻഡ്സ് വരുമ്പോഴത്തേനും ഞാൻ അതിനെ ഒരു സെക്കൻഡ് ആലോചിച്ച് നമ്മളതിനെ റീഫ്രെയിം ചെയ്യും. നമുക്ക് ആ കണ്ടന്റ് ചിലപ്പോൾ അവിടെ വേണം, അത് വന്നാൽ നല്ലതായിരിക്കും. പക്ഷേ അവർ പറഞ്ഞ രീതിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഹേർട്ടാവും. അത് ചെയ്യരുത്. അപ്പോൾ നമ്മളതിനെ റീഫ്രെയിം ചെയ്തിട്ട് റെസ്പെക്ട്ഫുള്ളി ചോദ്യം മാറ്റി ചോദിക്കുക. അത് ചെയ്യാൻ പറ്റും. അല്ലാത്ത സാഹചര്യത്തിൽ ചോദിക്കില്ല. ഞാനിത് ഊരിയിട്ട സമയമൊക്കെ ഉണ്ട് സിനിമയിലൊക്കെ കാണുന്ന. അല്ല, അങ്ങനെ ആറ്റിറ്റ്യൂഡിലൊന്നുമല്ല. പയ്യെ മുടിയൊക്കെ മാറ്റണമാതിരി ഇതങ്ങ് ഊരിയിടും. അത് ഞാൻ പിന്നെ ബാക്കി പോയി നുണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രൊഡ്യൂസർമാർ ചേട്ടാ അത് വീണ് പോയത് കേട്ടോ. കാരണം എനിക്ക്
അവരോട് എനിക്ക് പിണക്കൊന്നുമില്ല. ഇപ്പം അയാൾ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അയാളോട് തല്ലുപിടിക്കാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ ചോദിക്കില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ന്യായം. അതിന് ഞാൻ ചിലപ്പോൾ ഒരു പ്രശ്നമില്ലാതെ വളരെ സ്മൂത്തായിട്ട് ചിലപ്പോൾ ഈ സാധനമൊക്കെ ഊരിയിട്ടിട്ട് നമ്മൾ പരിപാടി തീർത്ത്, പക്ഷേ ഐ മേക്ക് ഷുവർ അവരാഗ്രഹിച്ചതിനും മുകളിൽ നല്ലൊരു കണ്ടന്റ് ഞാൻ അവിടെ പ്ലേസ് ചെയ്തു എന്നുള്ളത് ഞാൻ മേക്ക് ഷുവർ ചെയ്യും. ഇത് അന്ന് ഈ പറഞ്ഞ പ്രൊഡ്യൂസർ കാണുന്നുണ്ടെങ്കിൽ അറിയാം. നോമി എൻ്റെ പ്രൊഡ്യൂസർമാർക്ക് എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം. അവരെന്നെ എൻ്റെ ഒരുവിധപ്പെട്ട ഷോ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തന്നെ എൻ്റെ കൂടെ മൾട്ടിപ്പിൾ ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് പോലും ബിക്കോസ് ഐ വാസ് ഗുഡ് ടു ദം, ദേ വർ ഗുഡ് ടു മീ. നമ്മൾ നല്ല റാപ്പോ ഉള്ള ആൾക്കാരായിരുന്നു. അവർക്കറിയാം ഐ കീപ് സം സ്റ്റാൻഡേർഡ് ഇൻ മൈ വർക്ക് എന്നുള്ളത്. What is a myth people believe about independent single women that frustrates you the most? That we are always in multiple sexual relationships. അത് നിങ്ങളുടെ ഒരു ഫാൻറ്റസിയാണ്, ദാറ്റ്സ് നോട്ട് റിയാലിറ്റി. അവള് പോക്കാം, അവൾക്ക് ഇത് തന്നെയാ പണി എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോസ്റ്റ് ടിപ്പിക്കൽ തിങ് പീപ്പിൾ ഹാവ് ടോൾഡ് യു ആഫ്റ്റർ യുവർ ഡിവോഴ്സ്? പ്രായമായി വരാണ്ടോ അതിന് ഞാനിപ്പോൾ എന്ത് വേണം? ഐ ഡോണ്ട് കെയർ. Okay. What was a life decision you made for the sake of society or parents? Nothing. യെസ്, ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. അത് പക്ഷേ ലൈഫ് ഡിസിഷൻ എടുക്കാനുള്ള പ്രായം പക്വതൊന്നും എനിക്കില്ല. എന്നെ തല്ലിക്കൊണ്ടാക്കിയത്. എനിക്ക് പോണ്ടായിരുന്നു. സത്യം ഞാൻ ഒരുപാട് കരഞ്ഞ് അനുഭവിച്ച് ഡിപ്രഷനിലോട്ടൊക്കെ പോയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If you could ban one question from being asked to women forever, what would it be? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഒരു 3 എണ്ണം പറഞ്ഞു. യെസ്, യുനോ ആക്ട്രസസ് ആഫ്റ്റർ ഗെറ്റിംഗ് മാരീഡ്, അല്ലെങ്കിൽ അവരൊരു ഇപ്പോൾ വലിയൊരു ഇപ്പോൾ സാനിയ മിർസയ്ക്ക് കുട്ടിയുടെ കഴിഞ്ഞതിന് ശേഷം സാനിയ മിർസയുടെ വർക്കിനെ എല്ലാ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ കുട്ടിയുടെ കൂടെ പോയിരിക്കണ്ടേ, വർക്ക് ലൈഫാണോ, അമ്മയായിട്ടുള്ള സാധനമല്ലേ നമ്മൾ കൂടുതൽ ഇത് ചെയ്യേണ്ടത്? ബ്രോ, ഇഫ് ഷീ ക്യാൻ ഡു ദിസ് മച്ച് ഷീ ക്യാൻ ഹാൻഡിൽ ഹർ ലൈഫ്. അത് നിങ്ങളുടെ കാര്യമല്ല. അവരുടെ കൊച്ചു ഉണ്ടോ ഉറങ്ങിയോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ആ ഒരു ചോദ്യം, അതെ സീരിയസ്ലി ഞാൻ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന, അതായത് ഡയറക്റ്റ് പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരെ പറ്റിയിട്ട് ഞാൻ എൻ്റെ മനസ്സിലെടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഈ ചേട്ടനല്ലേ എനിക്ക് അരി മേടിക്കാൻ കാശ് തരുന്നത്, സോ യു ഡോണ്ട് ഡിസേർവ് എനി ആൻസേഴ്സ് ഫ്രം മീ. അതും നമ്മൾ അതും ഷർട്ടിൽ എഴുതും നമ്മൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഡ്സ് ആണ്, മൊത്തം കോഡ്സ് ആണ്. ഇന്റർവ്യൂ മൊത്തം കോഡ്സ് ആണ്. ഓക്കെ, ഇപ്പം നമ്മളുടെ ഒരു പ്രണയം പൊളിഞ്ഞു, സ്വാഭാവികം പ്രണയം പൊളിയും. പ്രണയങ്ങളൊക്കെ ഉണ്ടാകുന്നത് തന്നെ അതിന് വേണ്ടിയാണ്, പൊളിയാനും കൂടെ വേണ്ടിയിട്ടാണ്. പൊളിയാനും കൂടെ ആ സാധ്യത നമ്മൾ എപ്പോഴും. ചില പ്രണയങ്ങൾ പൊളിയണം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അല്ല, ചിലത് എക്സിസ്റ്റ് ചെയ്യുന്നതേ ബിക്കോസ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ്. അതെ, അയ്യോ ഇതല്ലാണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്തോരം മനുഷ്യരുണ്ട്. നേരത്തെ നമ്മൾ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒരു പോസിബിലിറ്റിനെ കുറിച്ച് കുട്ടികൾ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ടായിരുന്നത് വെൻ ടു ഗെറ്റ് എ ഡിവോഴ്സ് എന്നുള്ളതും കൂടെ പറയണം. എത്ര വരെ സഹിക്കാം, എത്രത്തോളം സഹിക്കാം എന്നുള്ളതിനെ പറ്റിയും കൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പം ഒരു തവണ ഈ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പിന്നെയും ചാടില്ല എന്ന് പറയില്ലേ, പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയില്ലേ? നേരെ തിരിച്ചാ. ഈ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചകൾക്ക് എല്ലാം തന്നെ ചൂടുവെള്ളത്തിനോട് ഭയങ്കര അഫിനിറ്റിയാണ്. അതിനെയാണ് നമ്മൾ ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറയാം. ട്രോമ ബോണ്ടിങ് നമുക്ക് ആ ഒരു സാധനം വരും, അതായത് സിമിലർ പാറ്റേൺസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് വന്ന എന്തൊക്കെ പ്രോബ്ലംസ് ആണ്, ബിക്കോസ് നമ്മൾ ഈ വരുന്ന ടോക്സിക് ആൾക്കാരിൽ നിന്ന് നമ്മൾ വീണ്ടും നമുക്ക് എപ്പോഴോ മിസ്സായിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഈ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് അറിയില്ല. ഇതിനാണ് തെറാപ്പി എടുക്കണമെന്ന് ഞാൻ ആൾക്കാരോട് പറയണത്. ഇത് കൂട്ടുകാരോട് പറഞ്ഞാൽ തീരൂലാന്നേ. ഇപ്പോൾ എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന അതേ പാറ്റേൺ തന്നെ അടുത്ത ബന്ധത്തിലും തുടരുന്നു, വീണ്ടും അടുത്ത ബന്ധത്തിലും തുടരുന്നു. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കും, ഈ വള്ളീനെ ഇങ്ങനെ പോയി അട്രാക്ട് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു കുഞ്ഞ്? ഹൗ ക്യാൻ ഈവൻ ഫൈൻഡ് ദം? അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയും നോക്കുന്നത് അത് തന്നെ, അതായത് അറിയാണ്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഫാദർ ഫിഗർ ആയിരിക്കും ഇതുപോലത്തെ ഒരാൾ. ഇവരുടെ ചെറുപ്പത്തിൽ ഇത് സഫർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാളുടെ അടുത്തു നിന്നുള്ള അബാൻഡ്മെൻറ്റിലും ഇവർ ചിലപ്പോൾ
സ്നേഹം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും. അത് ശീലിച്ചു പോയതാ. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു തെറപ്പിസ്റ്റിന്റെ ഹെൽപ്പ് വേണം. ഇപ്പൊ എപ്പോഴും ഷൗട്ട് ചെയ്യുന്ന ഒരു പാരന്റിന്റെ കൂടെ വളർന്നു വന്നേ, എന്നിട്ട് നമ്മളോട്, അതായത് കുട്ടി കാണുന്നത് മൊത്തം കുട്ടിയോട് ഒച്ചയെടുക്കുകയും അടിക്കുകയും കുട്ടീനെ ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, അച്ഛൻ സ്നേഹം കൊണ്ട് ചെയ്തല്ലേ മോനെ, അച്ഛനോട് ക്ഷമിക്കും മോനെ, അച്ഛൻ സ്നേഹം കൊണ്ട് ചെയ്തല്ലേ, നമ്മുടെ അച്ഛനല്ലേ. ഇതെന്തൊരാളെ പഠിപ്പിക്കണത്? അതായത് എന്നെ അടിച്ചാലും തൊഴിച്ചാലും ശരിയാക്കിയാലും എൻ്റെ ഭർത്താവാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ആണെങ്കിലും ഞാനിത് സഹിക്കേണ്ട ആളാണ്. അതാണ് കുടുംബം. ദിസ് ഈസ് ഹൗ ടോക്സിക് എ ഫാമിലി സെറ്റപ്പ് ക്യാൻ ബിക്കം. ഈ സമ്പ്രദായങ്ങളൊക്കെയാണ് ഈ മനുഷ്യരെ കൊണ്ട് ഈ കുഴികളിൽ ചാടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെ മനസ്സിലാകും എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ടതെന്നുള്ളത്? ഇപ്പോൾ വിസ്മയുടെ കേസ്, ഇപ്പം ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെ കേസുകൾ, ഐ കാൺ റീകളക്ട് ദ നെയിംസ്, അതുല്യ, ഒരുപാട് പെൺകുട്ടികൾ, ഇവരുമൊക്കെ, അതായത് ഈ ഫ്രോഗ്, ഇതൊരു തവളയെ ചൂടുവെള്ളത്തിലിടുന്ന ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടോ? അതായത് വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ തവള അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങും. അഡാപ്റ്റ് ചെയ്ത് അത് ഡീസെൻസിറ്റൈസ് ചെയ്തിട്ട് ലാസ്റ്റ് തവള വയറ് പൊട്ടിത്തെറിച്ച് ചാകും. ഇത് തന്നെയാണ് ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കണം. കാരണം ഇവർ ചെറുപ്പം മുതലേ ഈ ടോക്സിക് ട്രൈറ്റ്സ് കണ്ടു വളർന്നിട്ടുള്ളതാണ് ഈ പെൺകുട്ടികൾ, ആൺകുട്ടികളും. ഇപ്പോൾ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള പാരൻസോ അല്ലെങ്കിൽ വീട്ടിൽ ഈ പറയുന്ന അതോറിറ്റി ഫിഗർ ടോക്സിക് ആണെങ്കിൽ ആ ടോക്സിസിറ്റിനെ മറികടന്ന് അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന കുടുംബ സമ്പ്രദായം ഈ വ്യക്തി പിന്നീട് ഒരു കുടുംബം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ വരുന്ന ആള് ഇതേ ട്രേറ്റ്സ് റിപ്പീറ്റ് ചെയ്താലും തിരിച്ചറിയില്ല, നമുക്ക് മനസ്സിലാവില്ല. അത് കുഴപ്പമാണ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ്സ് ഇതൊരു ക്രൈം ആണെന്നുള്ളത് തിരിച്ചറിയില്ല. എന്നെ അടിച്ചു, അതിനിപ്പോൾ എന്താ, എൻ്റെ ഭർത്താവല്ലേ, എന്താണ് എന്നോട് ഷൗട്ട് ചെയ്തു, അതിനിപ്പോൾ എന്താ, എൻ്റെ ഭർത്താവല്ലേ, എൻ്റെ വഴിയിൽ ഇറക്കി വിട്ടു, അതിനിപ്പോൾ എന്താ, എൻ്റെ ഭർത്താവല്ലേ. എൻ്റെ പൊന്നു ബ്രോ, ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും ഈ ചെയ്യണതൊക്കെ ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇതില്ല, ഈ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് ഇവരൊക്കെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്. കാരണം they don't know what else to do. I feel so bad for such women, so helpless. അവർക്ക് തന്നെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ ഈ ഫ്രോഗിന്റെ എക്സ്പെരിമെന്റിൽ എക്സാക്ട്ലി ദാറ്റ്. Even I was married for 6 years. I was also a frog. എന്നെ അറിയാവുന്ന ഒരുപാട് പേരെന്നോട് ഇതിന്ന് പുറത്ത് വന്നതിന് ശേഷം ചോദിച്ചിട്ടുണ്ട്, we never knew you were in such a trap. അത് എങ്ങനെ നീ അത് ഒളിപ്പിച്ചു? ബിക്കോസ് ഐ വാസ് ട്രൈങ് ടു നോർമലൈസ് ദ ഡേയ്സ്. ഞാൻ എല്ലാ ദിവസവും വിചാരിക്കണത് ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, പ്രാർത്ഥിച്ചാൽ ശരിയാവും, കുട്ടിയുടെ ശരിയാവും. ഇതിങ്ങനെ നമ്മളിങ്ങനെ എന്തോ ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു കുമിളയുടെ അകത്ത് ഇങ്ങനെ എന്തോ സ്വർഗം കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നു. മെൻ്റൽ ഹെൽത്ത് താറുമാറാവുന്നു, ഫിസിക്കൽ ഹെൽത്ത് താറുമാറാവുന്നു, ബോധം ഇല്ലാതാവുന്നു. ബ്രെയിൻ ഈസ് ഗെറ്റിംഗ് പ്രോഗ്രാംഡ് ഇൻ അനദർ വേ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അതൊക്കെ കഴിഞ്ഞ് തെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പുറം ലോകത്തേക്കൊന്ന് മിങ്കിൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് നിന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ എൻ്റെ തെറാപ്പിസ്റ്റുകളും എൻ്റെ ഫ്രണ്ട്സും തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മിണ്ടണേന് സോറി പറയുമായിരുന്നു. ഐ വാസ് കോൺസ്റ്റൻ്റ്ലി അപ്പോളജൈസിങ്. ഇത് നമ്മളുടെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്യുന്നതാണ് അങ്ങനെ. ബിക്കോസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒച്ച എടുക്കണം എന്ന് പോലുമില്ല. അവരൊരു നോട്ടം തന്നെ നമ്മളെ ചിലപ്പോൾ പേടിപ്പിക്കും. മനുഷ്യർക്ക് സ്നേഹത്തിൽ ബന്ധപ്പെടുന്ന രണ്ട് മനുഷ്യരുടെ ഇടയിൽ ഒരാളെ വേദനിപ്പിക്കണമെന്ന് തോന്നിയാൽ പല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അതിന് ഒച്ച എടുക്കണമെന്നോ അടിക്കണമെന്നോ ഒന്നുമില്ല. അത് ചിലപ്പോൾ ഒരു മൂളലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു അവരെ അംഗീകരിക്കില്ല എന്നുള്ളൊരു സാധനം. ആ അധികാരങ്ങളൊക്കെ പല രീതിയിലും മനുഷ്യർ കാണിക്കും. അപ്പം ഞാൻ എപ്പോഴും അപ്പോളജൈസ് ചെയ്യായിരുന്നു. ആൻഡ് ഐ വാസ് കോൺസ്റ്റൻ്റ്ലി ആസ്കിങ് ഫോർ പെർമിഷൻ. ഒരു സ്വിച്ച് ഇടണമെങ്കിൽ പോലും ഞാൻ ഇപ്പം വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ, എടോ AC ഒന്ന് കുറച്ചോട്ടെ. അപ്പം ഇവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, നിൻ്റെ കൈക്ക് വല്ല കുഴപ്പമുണ്ടോ, അതൊന്ന് കുറയ്ക്കടോ, താത്തിനെ ഞങ്ങളോട് ചോദിക്കണേ. പിന്നെ പെട്ടെന്ന് വാൻഡർ ഓഫ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ കോൺവെർസേഷനിൽ ഇരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഡിസോസിയേറ്റഡ് ആയി പോകുന്നു, വേറെ എവിടേക്കോ പോകുന്നു. എനിക്ക് എന്നിട്ട് എൻ്റെ തെറാപ്പിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, കൂടെ ഉള്ള ആളുകളോട് പറയണം കം ബാക്ക് എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കാനാണ്. അപ്പോൾ അത് ആലോചിച്ച് നോക്കൂ, ഇപ്പം ഇത്രയും ബോധത്തിൽ സംസാരിക്കണം. ഞാൻ ഏതവസ്ഥ വരെ പോയ ഒരാളാണ്. ഞാൻ ഒരു ഭയങ്കര റോക്ക് ബോട്ടത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി വന്ന ഒരാളാണ് ഞാൻ. ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് പൊതുവേ ഉള്ളൊരു പരിപാടിയാണ്. അതായത് ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ പാരൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ കൂടെ ഒരു പെണ്ണിനെ ആണിനെയും കൂടെ രണ്ട് സ്ട്രേഞ്ചേഴ്സിനെ തമ്മിൽ കെട്ടിക്കും. കാരണം കെട്ടിക്കണമല്ലോ, അത് നല്ലതല്ലേ, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം. അവർ തമ്മിൽ ഡിവോഴ്സ് ആവുന്ന സമയത്ത് കുറേയൊക്കെ സഹിക്കാനൊക്കെ പറയും. പിന്നെ ഓക്കെ ഡിവോഴ്സ് ആയി എന്നുള്ള സാധനം. മറ്റേത് പെണ്ണോ ആണോ പരസ്പരം കണ്ടുപിടിച്ചിട്ട് പിന്നെ അവർ ഡിവോഴ്സ് ആവുമ്പോൾ
മൊത്തം പിന്നെ കുറ്റപ്പെടുത്തുക. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. അതായത് ഈ റിലേഷൻഷിപ്പിലായിട്ട് കല്യാണം കഴിച്ച ആൾക്കാർ ഡിവോഴ്സ് ആകുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മനുഷ്യനും ഉണ്ടാവില്ല എന്നുള്ളത്. അല്ല, ബേസിക്കലി നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടല്ലോ ഈ ആൾക്കാർ എപ്പോഴും പറയണ ഒരു ഫ്രേസ് ഉണ്ടല്ലോ, ഈ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നുള്ള സാധനം. അത് നമ്മൾ ഭയങ്കര റോങ് രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ അർത്ഥമേ അതല്ല. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറഞ്ഞ ഈ ഫ്രേസിൻ്റെ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ഹിസ്റ്ററി ഇങ്ങനെ ഒരു സ്ഥലത്ത് വായിച്ചതാണ്. പണ്ടൊക്കെ ആളുകൾ ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പോഴത്തേനും മറ്റേ പാണ്ടിപ്പട സിനിമയിൽ കൈ ഇങ്ങനെ വെട്ടിയിട്ട് എന്നെ ഉയരണ്ണനൊക്കെ പറഞ്ഞ് ഇങ്ങനെ രക്തവും കൂട്ടിക്കെട്ടൂലേ, ആ ബ്ലഡിന്റെ കാര്യമാണ് ഈ പറയണത്. ആ ബ്ലഡ് ഈസ് തിക്കർ ദാൻ മദറിന്റെ വൂമ്പിലുള്ള വാട്ടർ. അതായത് യുവർ ഫോംഡ് ഫാമിലി, യുവർ ചോസൻ ഫാമിലി ഈസ് ബിഗർ ദാൻ യുവർ റിയൽ ഫാമിലി. നമ്മളത് ഉൾട്ടയാക്കിയാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പം നമ്മളെ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യും എന്ന് നമുക്ക് ഒരു ഉറപ്പുണ്ടാവണമെങ്കിൽ നമുക്ക് ഈ ജനിച്ചു ബോധമില്ലാത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് മാറി നമുക്ക് ക്വാളിറ്റി ഉള്ള മനുഷ്യരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം. അതിനെ റെസ്പെക്റ്റ്ഫുള്ളി കീപ്പ് ചെയ്യാനുള്ള ചിന്ത നമുക്ക് വേണം. എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നും വേണം. ദോസ് പീപ്പിൾ വിൽ സ്റ്റാൻഡ് ഫോർ യു. ഇപ്പം നേരത്തെ അങ്ങനത്തെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞു. എന്താണ് ജുവൽ മേരിയുടെ പ്രണയ കാഴ്ചകൾ? എൻ്റെ പ്രണയ കാഴ്ച ഇപ്പം ഞാൻ ഒരുപാട് അതിലൊക്കെ എന്താണ് ഒരു പുസ്തകം എഴുതാനുള്ള അത്രയും എഡ്യൂക്കേഷൻ ആയി എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാണ്, അവരെ മനുഷ്യരായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പണ്ട് ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ട് എനിക്ക് മറ്റേ ഈ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നൊക്കെ പറയണൊക്കെ ശുദ്ധം നുണ കേട്ടോ. നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് ഇഷ്ടപ്പെട്ട ചെക്കന്മാരുടെയൊക്കെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഹിറ്റായിരുന്ന ഏതെങ്കിലും സിനിമാ നടൻ്റെ ഒരു ട്രെയിറ്റോ ചിരിയോ കണ്ണോ എന്തെങ്കിലും ഒക്കെ നമ്മൾ ഇവരിൽ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഫിസിക്കൽ ബ്യൂട്ടീനെ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ആണുങ്ങളും പെണ്ണുങ്ങളും ചൂസ് ചെയ്തിരുന്നത്. അല്ലാതെ ഭയങ്കരമായിട്ടൊരു ജൈവികമായ സ്പാർക്ക് അടിച്ചിട്ട് കണക്ട് ആവുന്നവർ ഭയങ്കര ലക്കിയാണ്. അത് അടിപൊളി കണക്റ്റാണ്. അതൊക്കെ കിട്ടണവരെ അങ്ങനത്തെ സ്പാർക്കിന് വേണ്ടിയിട്ടാണോ ജുവൽ പെനി നിൽക്കുന്നത്? ആ ഒരു പ്രണയ കാഴ്ച അത് എവിടെ നീ വാക്ക് കിട്ടിയത്? എവിടത് കിട്ടി നോക്കി പ്രണയ കാഴ്ച? ഞാൻ അതിനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യുന്നു എപ്പോഴും. എനിക്ക് പ്രേമം ഭയങ്കര ഇഷ്ടമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ലൈഫിൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്. എല്ലാ കാലത്തും പ്രേമിച്ചു തുടങ്ങിയ കാലം മുതലേ ഒരു പ്രേമം പൊട്ടി അധികം താമസിയാതെ അടുത്ത പ്രേമം ഉണ്ടായിട്ടുണ്ട്. അതൊരു ട്രോമ ബോണ്ടിങ് ആണോ? ആയിരുന്നു ട്രോമ ബോണ്ടിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഐ ലവ് ദറ്റ് ഫീലിംഗ് ഓഫ് ബീയിങ് ലവ്ഡ്. നമ്മൾ പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആകുന്നു. അതൊരു ഭയങ്കര നൈസ് ഫീലിംഗ് അല്ലേ. പിന്നെ ഡെമി സെക്ഷലാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാരെ മാറ്റാൻ പറ്റില്ല. ഈ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തെന്ന് പറയുന്നത് ഈ ഒരെണ്ണമൊക്കെ ചിലപ്പോൾ 7 വർഷം അങ്ങനെ അതാരും മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ഒരാളിൽ നിന്ന് ഞാൻ ഒരിക്കലും വിട്ടുപോയില്ല. അയാളെ ട്രൈ ചെയ്ത് ശ്രമിച്ച് ഞാൻ അയാളെ നന്നാക്കും, അയാളെ എന്നെ നന്നാക്കും, കുടുംബക്കാരെ നന്നാക്കും. ഞാൻ നല്ലോണം ശ്രമിക്കും കേട്ടോ. ഞാൻ എല്ലാ റിലേഷൻഷിപ്പിലും ഇതുകൊണ്ടാണ് എൻ്റെ ചില കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ ഒരു നല്ല കുടുംബിനിയാണ് കേട്ടോ, ഈ കുത്തു വിളക്കാണ് നീ, അങ്ങനെ പറയും. ബിക്കോസ് അങ്ങനെ നല്ല ട്രൈറ്റ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചെന്ന് സംതിങ് ദാറ്റ് ഐ ഹാവ് റിയലൈസ്ഡ് യു ആർ സോ ഫ്രീ, യു ഫീൽ ഫ്രീ അല്ലേ? ഐ ക്യാൻ ഫീൽ ദാറ്റ് എനർജി ഫ്രം യു, ദാറ്റ് യു ആർ ഓക്കെ, യു ആർ എക്സ്പീരിയൻസിങ് സം പീസ് എന്നുള്ളത്. എന്താണ് ഒരു ബ്രാൻഡ് ന്യൂ ജുവൽ മേരിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദിവസം ഞാൻ താമസിക്കുന്നത് ഒറ്റയ്ക്കൊരു അപ്പാർട്ട്മെന്റിലാണ്. എൻ്റെ കൂടെ എൻ്റെ ഒരു പഗ്ഗുണ്ട്, ഹൈക്കു എന്നാണ് അവൻ്റെ പേര്. അവനിപ്പോൾ 9 years ആയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളൊരു ഗുഹാജീവിതമാണ് ഞങ്ങളത്. ഈ പഗ് തന്നെയാണോ കുറെ കാലം മുന്നേ ഫോട്ടോസിൽ അവൻ തന്നെ. അവനെനിക്ക് 3 മാസത്തിൽ കിട്ടിയതാണ്. അവൻ 9 വയസ്സായി. അവൻ എന്നെ ഒരുപാട് നമ്മൾ യൂഷ്വലി പറയും ഈ പെറ്റ് പാരൻസ് ഒക്കെ പെറ്റ്സാണ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യണത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവനെ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. എനിക്ക് എൻ്റെ ആങ്സൈറ്റി, എൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എൻ്റെ സ്ട്രെസ്സൊക്കെ അവനാണ് ഹാൻഡിൽ ചെയ്യുക. ഞാൻ എപ്പോഴും ആലോചിക്കും, ഇവൻ എന്തിനാണ് ജനിച്ചേ, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം. മോർ ദാൻ 5 years അല്ലേ? 9 years ഈസ് ഓൾഡ്. പക്ഷേ ഞങ്ങൾ ഭയങ്കര ബോണ്ടിങ് ആണ്. എനിക്കും അവനും തമ്മിൽ അങ്ങനെ ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവും അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞാൻ കുറച്ചധികം കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും, മീൽ പ്രെപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഡേ തുടങ്ങുമ്പോൾ ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും റുട്ടീനാണ്. ഇവനെ പുറത്ത് കൊണ്ടുപോകണം, ഇവനെ നടക്കണം, എന്നാലാണ് ഇവൻ പോട്ടി ചെയ്യത്തുള്ളൂ. ഇവൻ ഫ്ലാറ്റിൻ്റെ അകത്ത് ചെയ്യൂല. അപ്പോൾ ആ നടത്തത്തിൽ നിന്ന് തുടങ്ങും.
പിന്നെ എല്ലാം എൻ്റെ ഇഷ്ടപ്രകാരമാണ്. ഈ ഫ്ലാറ്റിൽ എപ്പോൾ എഴുന്നേക്കണം, കുറച്ച് അവനെ മുള്ളാൻ മുട്ടി കഴിഞ്ഞാൽ അവൻ എന്നെ എഴുന്നേൽപ്പിക്കും. അതർവൈസ് എനിക്ക് നല്ല ഓട്ടോണമി ഉണ്ട് അവിടെ. എനിക്ക് തീരുമാനിക്കാം ഞാൻ ഇന്ന് എന്ത് കഴിക്കണം. ചിലപ്പോൾ ഞാൻ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ആ സെറ്റിൽ കുത്തിയിരുന്ന് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ എനിക്ക് ഫുൾ ഡേ ഒരു വെബ് സീരീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ചിലപ്പോൾ ഫുൾ ഡേ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാം. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ യുനോ എല്ലാ സ്ത്രീകളും ലൈഫിൽ ഏതെങ്കിലും ഒരു 4-5 വർഷമെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ടു ലിവ് അലോൺ. അത് ലോൺലി അല്ല, അത് ഭയങ്കര ഒരു പീസ്ഫുൾ സ്റ്റേറ്റ് ആണ്. ദാറ്റ് യു ഹാവ് കൺട്രോൾ ഓവർ യുവർ തോട്ട്സ്, യുവർ മൈൻഡ്, യുവർ ബോഡി. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ഫോണും കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആകും എന്ന് എനിക്കൊരു തോട്ടുണ്ട്. സോ ട്രൂ. ഇറ്റ് റിയലി കൺട്രോൾസ് അസ്. പക്ഷെ ആ സാധനത്തിന് ഫോൺ അഡിക്ഷൻ ഉണ്ടോ? ഉണ്ട്, എനിക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ഈ സാധനമൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം എനിക്ക് പ്രായമായതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, പൊളിറ്റിക്സ്, ഞാൻ ഇതിലോട്ടൊന്നും പണ്ട് ചിന്തിക്കത്ത പോലും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ ഇതൊക്കെ മാത്രമാണ് കേൾക്കുന്നതും കാണുന്നതും. ഐ എം ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ തിങ്സ് ഐ വാച്ച്. ഞാൻ അത് ഗ്രോത്താണ്. ശരിയാ, ഗ്രോത്ത്. that's my way of becoming a wiser woman maybe. Yeah, good. അത് വളരെ നല്ലൊരു തീരുമാനമാണ് ആ തരത്തിൽ വരുന്നത്. തീരുമാനിച്ചല്ലടാ, അത് അങ്ങനെ ആയിപ്പോയി. അതിൻ്റെ പ്രോഗ്രഷൻ എവിടെ നിന്നായിരുന്നെന്ന് അറിയാമോ? ഞാൻ ഉറങ്ങാൻ വേണ്ടി പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ തുടങ്ങി. എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂളിൽ ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ വളരെ പീസ്ഫുള്ളി ഉറങ്ങും. എന്തുകൊണ്ടാണ്? ഭയങ്കര ബോറാണ് ഈ കഥ പറയുന്നത് കേൾക്കാൻ. അപ്പോൾ ബോറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കേൾക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ചരിത്രവും വാർത്തകളും ഒക്കെ, ഇങ്ങനത്തെ പോഡ്കാസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കേട്ടു തുടങ്ങിയത്. അത് പിന്നെ അഡിക്ഷനായി. അതാണ് ഷിറ്റ് ഗോട്ട് ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ മേക്കപ്പ് ചെയ്യുമ്പോൾ പോലും ഞാൻ ഇത് എന്തെങ്കിലുമൊക്കെ വെക്കും. ഇന്നെന്താ UGC, കേന്ദ്ര ഗവൺമെന്റ് UGCയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു പോഡ്കാസ്റ്റ് ഞാൻ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അഡിക്ഷൻ, അതൊരു നല്ല അഡിക്ഷനാണ്. അറിവ് കിട്ടുന്ന കാര്യമല്ലേ? നല്ല ഇച്ചിരി ഓവർലോഡ് ആവുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് വേണ്ട ആക്ച്വലി. എനിക്ക് തോന്നുന്നു അരുന്ധതി റോയ് ആണോ അത് പറഞ്ഞത്? അതായത് മനുഷ്യർ ജീവിച്ചിരുന്ന ഇത്രയും കാലഘട്ടങ്ങൾക്കിടയിൽ ഇത്രയധികം ഇൻഫർമേഷൻ ഓവർലോഡ് വന്നിട്ടുള്ളൊരു സമയം. ഐ തിങ്ക് അരുന്ധതി റോയുടെ കോട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അതായത് ഇപ്പോഴാണ് നമ്മൾ ഇത്രയും ഇൻഫർമേഷൻ ഓവർലോഡ് ആകുന്ന ഒരു സമയം. ഇത്രയും ഇൻഫർമേഷൻ ഒരു മനുഷ്യന് വേണ്ട. വി ആർ നോട്ട് എക്യുപ്ഡ് ടു പ്രോസസ് ദിസ്. ഇതൊന്ന് കുറയ്ക്കണമെന്നുണ്ട്. ജുവലിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എനിക്കൊരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ആ ഫോട്ടോനെ പറ്റി ചോദിക്കണം തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോ. ലളിതാമ്മയും ഞാനും പണ്ട് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ എൻ്റെ നെയ്ബറും കൂടെ ആയിരുന്നു. ഞങ്ങൾ ഉട്ടോപ്പിലെ രാജാവിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, മാമനിധനിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു. മാമനിധനൊക്കെ ആളുടെ അവസാനത്തെ കുറച്ച് സിനിമകളിൽ പറഞ്ഞാണ്. എന്നെ ഭയങ്കര കാര്യമായിരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഫ്ലാറ്റിലാണെങ്കിലും ഇടയ്ക്ക് വിളിക്കും, എടീ നീ എന്തെടുക്കുവാടി, ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അതൊരു വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ കുറേ കഥ പറയും. സെറ്റിലാണെങ്കിലും എന്നെ എപ്പോഴും അടുത്ത് പിടിച്ചിരുത്തി ഇങ്ങനെ കുറേ കഥ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അമ്മമാർ കഥ പറയണതൊക്കെ ഭയങ്കര രസമാണ്. നല്ല രസം, ഭയങ്കര കുറെ കുശുമ്പൊക്കെ പറയും. നല്ല രസമൊക്കെ കേട്ടോണ്ടിരിക്കുക. നല്ല രസമാണ്. ഇവരുടെ ചെറുപ്പത്തില് ഇവരുടെ കോ ആക്ടേഴ്സ് ഒക്കെ ഉള്ള ഇവരുടെ റിലേഷൻഷിപ്സും അതിൻ്റെ ഇടയിലുള്ള ബോട്ടികളും അത് ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 5 കൊല്ലം മുൻപത്തെ ജുവലിൻ്റെ 5 കൊല്ലം മുന്നാണ് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഒരു ഇൻ്റർവ്യൂ കേട്ടപ്പോൾ അതിൽ ജുവൽ പറഞ്ഞ, ഞാൻ ജുവൽ എങ്ങനെയാണ് പറയുന്നത്, റിസർച്ച് ചെയ്തു, ഞാൻ എല്ലാം റിസർച്ച് ചെയ്തു. ബിക്കോസ് യു ആർ സോ പ്രൈവറ്റ്, ദർ ഇസ് ഓൺലി വെരി ലിറ്റിൽ ഇൻഫർമേഷൻ അബൌട്ട് യു. ഞാൻ ഒരു ദിവസം എന്ത് പെട്ടെന്ന് അത് ഞാൻ വിചാരിച്ചു കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ആക്ച്വലി വെരി ലിമിറ്റഡ്. യു ഡിസപ്പിയർഡ് ഫോർ ലൈക്ക് 3 years, I guess. 3 to 4 years. അത്രയില്ല, ഒരു വർഷമാണ് പ്രോപ്പറായിട്ട് ഡിസപ്പിയർ ചെയ്തത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ എൻ്റെ ലൈഫിനെ ഞാൻ ഒരുപാട് പബ്ലിക് ആക്കിയിട്ടില്ലായിരുന്നു. ഗുഡ് ഫോർ യു. എനിക്കത് പറ്റില്ല. ഈ ഇൻ്റർവ്യൂവിൽ ജുവൽ പറയാണ്, ഞാൻ ഡെയിലി പള്ളിയിൽ ഡെയിലി പോകും. അങ്ങനെ ഒരു ഹാബിറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് നല്ലത്. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്. അപ്പം പള്ളിയിലൊക്കെ ഞാൻ അങ്ങനെ പോകാറില്ല. ബേസിക്കലി ഐ ഡോണ്ട് ഫോളോ എനി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലിജിയൻസ് നൗഡേയ്സ്. ഐ എം ആൻ ഒബ്സർവർ. ഇപ്പം എൻ്റെ ഫാമിലി പോകുന്ന ഇടങ്ങളിൽ ഞാൻ ചിലപ്പോൾ പോകാറുണ്ട്. ബിക്കോസ്
ഞാനൊരു പീസ് കീപ്പറാണ്. ഞാൻ വരൂല ഞാൻ ആരോട് തല്ലുപിടിക്കാൻ പോകണം. നിങ്ങൾക്ക് പോകണോ, ഞാൻ കൂടെ വരാം, ഐ ഡ്രൈവ് യു, നോ പ്രോബ്ലം. അവിടെ വന്നിരിക്കണം, ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഔട്ട്ലുക്സ് ഹാവ് ചേഞ്ച്ഡ്. വാട്ട് ഹാസ് അഫക്റ്റഡ് യുവർ ബിലീഫ് സിസ്റ്റം? ബിലീഫ് സിസ്റ്റം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ എനിക്ക് തിരിച്ചറിവുകളിലൂടെ ഞാൻ ചേഞ്ച് ചെയ്തു. ഐ ആസ്ക് യു എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പോൾ അനുഷയുടെ കയ്യിൽ ഒരു മോതിരം കിടപ്പുണ്ട്. ഏയ്, ഡു വി ഹാവ് ദ സെയിം റിംഗ്? ബ്രോ, വി ആർ സിമിലർ. ചേച്ചി അനിയത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഷയുടെ കയ്യിലൊരു മോതിരം കിടപ്പുണ്ട്. ആ മോതിരം അവിടെ ഉണ്ടെന്നുള്ളത് ഒരു അറിവാണോ വിശ്വാസമാണോ? അറിവാണ്. സോ ദെൻ വാട്ട് ഈസ് വിശ്വാസം? To believe there is something else which is not there actually, or you know, അതിൻ്റെ ഡെഫിനിഷൻ ഇല്ല ആളുകൾക്ക് ശരിക്കും. അറിവുള്ളൊരു വ്യക്തിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പല കാര്യങ്ങളിലും ഐ ഹവ് കം ടു എ പോയിന്റ് വെർ ഐ ഹാവ് നോളജ് അബൌട്ട് തിങ്സ്. സോ യാ, ദെൻ ഐ ഡോണ്ട് ഹാവ് ടു ബിലീവ് ഇറ്റ്. അറിവില്ലാത്തവരാണ് ഈ വിശ്വസിക്കുന്നത്. നിങ്ങൾ ശരിക്കുള്ള അറിവ് അന്വേഷിച്ചു തുടങ്ങിയാൽ, ചരിത്രങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയാൽ, ആഴത്തിൽ പഠിച്ചു തുടങ്ങിയാൽ അറിവുണ്ടാവും. അപ്പോൾ വിശ്വസിക്കില്ലാരും ഒന്നിനെയും. നമുക്ക് അറിവാണ് അത്. ഇത് ഞാൻ ഈ പറയണത് ഫോളോ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നെ കേൾക്കുന്നവരിൽ ഒരു 1% ആളുകളിൽ ചിലപ്പോൾ ഒരാൾക്ക് വല്ലതും മനസ്സിലാവും. അഗൈൻ ഞാനത് ചോദിച്ചത് ബിക്കോസ് വീണ്ടും ഇറ്റ് ഈസ് വെരി റിലേറ്റബിൾ. ഒരാൾ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് മതങ്ങളിൽ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വിശ്വസിച്ചിരുന്ന ഒരാൾ അതിൽ നിന്ന് പുറത്തേക്കായി ആ വിശ്വാസം ഇല്ലാതെ ആകുന്നു, അതിൽ വിശ്വാസം കുറഞ്ഞു വരുന്നുള്ളത്. ഇറ്റ്സ് എ ബിഗ് ചേഞ്ച്, ഹ്യൂജ് ചേഞ്ച്. പണ്ട് വിവരമുള്ള ഒരാൾ പറയുന്നത്, നമ്മുടെ അറിവില്ലായ്മയുടെ ഉത്തരമാകരുത് ദൈവം. അതാണ് ഞാനും പറയുന്നത്. ഞാൻ ഇനി സംസാരിച്ചു തുടങ്ങുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിന്റെ കിളിയൊന്നും പറക്കരുത്. ഞെട്ടും. അങ്ങനെയല്ല, ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ അനുഷ അനുഷ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഷയുടെ പേര് പറയും, നാഷണാലിറ്റി പറയും, അഡ്രസ്സും വീട്ടുപേരൊക്കെ പറയും. പക്ഷെ ദാറ്റ് മേക്സ് യു ഹൂ. ബട്ട് വാട്ട് ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബയോളജിക്കലി പറയേണ്ടി വരും. എനിക്ക് എല്ലുണ്ട്, തൊലിയുണ്ട്, മുടിയുണ്ട്, സ്കിന്നുണ്ട്, സെൽസ് ഉണ്ട്. പക്ഷെ ആ മാറ്റർ മാത്രമാണെങ്കിൽ യു കാൺ സീ എ പേഴ്സൺ ദർ. ദർ ഈസ് എ ഡിഫറൻസ്, ബട്ട് ദർ ഈസ് നോ ഡിഫറൻസ്. അതിനെയാണ് ഞാൻ പ്രാണൻ എന്ന രീതിയിൽ മനസ്സിലാക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ സെൽഫ്. ആൻഡ് ആ സെൽഫിലേക്ക് കണക്റ്റ് ആവുക എന്നുള്ളതാണ് പ്രെയർ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ്. സോ ഐ ഡു ദാറ്റ് എ ലോട്ട്. അതായത് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ the greatest lie in the human world is the lie of division. അതായത് നീയും മറ്റാളും രണ്ടാണ്, 2 റേസാണ്, 2 ജാതിയാണ്. ദൈവവും നീയും സെപ്പറേറ്റ് ആണ്. എനിക്കത് ഞാൻ തിരിച്ചാണ് മനസ്സിലാക്കുന്നത്. യു ടേക്ക് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫ്രം ആൻ ഓഷ്യൻ. ആ വെള്ളത്തിന് ആ ഓഷ്യൻ്റെ എല്ലാ ഘടനയും എല്ലാ മോളിക്കുലാർ ഫീച്ചേഴ്സും ഒരു വ്യത്യാസമില്ല. സെയിം ടു സെയിം. ഇറ്റ്സ് ജസ്റ്റ് ഇൻ 2 ഡിഫറെൻറ്റ് പ്ലേസസ്. ദാറ്റ് ഡസൻറ്റ് മേക്ക് ഇറ്റ് ഡിഫറെൻറ്റ്. ഇറ്റ്സ് എ സെയിം തിങ്. അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം. അപ്പോൾ നമ്മൾ ആ അർത്ഥത്തിലേക്കൊന്ന് കണക്റ്റ് ആവുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുക. ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒബ്സർവേഷൻസ് എനിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാ ബയോയിൽ ഞാൻ തിരുത്തി എഴുതിയത്, ഐ എം എ കോൺഷ്യസ് ഒബ്സർവർ. ഞാനൊരു ബോധമുള്ള ഒബ്സർവറാണ്. ഐ വിൽ നോട്ട് സേ ദാറ്റ് ഇന്ന് ഞാൻ പറഞ്ഞ ഈ വാക്കുകളാണ് എൻ്റെ ജീവിതത്തിൽ ഉറച്ച കാര്യങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും ഉറക്കില്ല ഒരിക്കലും. ബിക്കോസ് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഞാനെല്ലാം കണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ ഇതിലെനിക്കൊന്നും ഉറപ്പിക്കാനും ഇല്ല, ഒന്നും പഠിപ്പിക്കാനും ഇല്ല, ഒന്നും പഠിക്കാനും ഇല്ല. ഇറ്റ് ഈസ് ഹാപ്പനിങ് ആൻഡ് വി ആർ ഗോയിങ് ത്രൂ ഇറ്റ്. അത്രേ ഉള്ളൂ. ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്കെല്ലാം മനസ്സിലായി. ഐ ഷെയർ ദ സെയിം തിങ്, ഐ ബിലീവ് ഇൻ ദ സെയിം തിങ്, സെയിം ഒപ്പീനിയൻ. യൂഷ്വലി ഞാൻ ഫ്രണ്ട്സൊക്കെ വന്നിരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ കഞ്ചാവല്ല, എന്നെ നേരെ തിരിച്ചു വയ്ക്കുക. എൻ്റെ വീടിനകത്ത് കുറെ ചെടിയൊക്കെ ഉണ്ട്. അവരിങ്ങനെ നോക്കിയിട്ട്, നീ മറ്റേ വിച്ചല്ലേ, നിനക്ക് മന്ത്രവാദമുണ്ട്, എവിടെ നിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ എവിടെ, നീ മറ്റേ അതല്ലേ ഒക്കെ ചോദിക്കുന്നുണ്ട്. എവിടെ കൂടോത്രം. Anyways, it was so good talking to you. Thank you so much for coming. I hope you had fun. Yeah, of course. ഞാൻ അല്ലെങ്കിലും
ഫണ്ട് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. അനുഷ ഇന്നലെ വിളിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് അനുഷ കുറച്ച് ആങ്ഷ്യസ് ആണ്, ഇത് എന്തായി തീരുമോ, എന്താ ചെയ്യേണ്ടത്. അത് പിന്നെ ഷാറുഖ് ഖാനൊക്കെ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്തായാലും ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തു എന്നുള്ളത് മറ്റേ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് പോലത്തെ ഒരു സാധനമായിരുന്നു. മറ്റേ എടുത്ത് ചാടിയതാണ്, എന്താ അവിടെ നടക്കണേന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അതിലത്തെ ഒരു അവർ സംസാരിച്ച എന്ത് വൈറലായ സാധനം, ഭയങ്കര വൈറലായ. അതിന് താങ്ക്സ് ടു ഷാറുഖ് ഖാൻ. അങ്ങനെ എന്തൊരു മനുഷ്യൻ, കാജോൾ ഭയങ്കര രസമാണ്. ഞാൻ മണ്ടിയായിരുന്നു ആ ഇന്റർവ്യൂവിൽ, എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് പോലും അന്ന് എൻ്റെ വായിന്ന് വന്നിട്ടില്ല. ഇവിടെ ഷാറൂഖ് ഖാനൊക്കെ മുന്നിൽ ഇരിക്കുമ്പോഴത്തേന് പറ പോലും വായിന്ന് വരില്ല. നമ്മളിങ്ങനെ മറ്റേ കംപ്ലീറ്റ് സ്റ്റാർസ്റ്റൊക്കെ ആയി പോയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യത്തിൽ അവരെയൊക്കെ എന്റർടൈൻ നമ്മുടെ റിമി ടോമി ആണ് നമ്മുടെ ഗുരു. സത്യം, ഞാൻ റിമിയുടെ വൻ ഫാനാണ്. ഞാൻ റിമിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, അതായത് നിങ്ങളൊരു ഭയങ്കര ഒരു വുമണാണ് കേട്ടോ, ലൈക്ക് ഐ അഡ്മയർ ഹർ. റിമി ടോമി എൻ്റെ ലോങ് റിലേറ്റീവാണ്. റിമി ടോമിക്ക് അറിയോ? ഇല്ല, റിമി ടോമിക്ക് അതറിയില്ല. ചേച്ചി ഇത് നിങ്ങളുടെ ബന്ധുവാണ്. നിങ്ങളുടെ ബന്ധുവാണ്.